ദൈവവചനത്തിൽ പ്രാധാന്യതയില്ലാത്തതൊന്നുമില്ല. ദൈവവചനത്തിൽ നാം കാണുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിലുടനീളം യേശു കർത്താവ് പ്രസംഗിച്ചിരുന്നു. അപ്പോസ്തലന്മാർ അവരുടെ കാലഘട്ടത്തിൽ പ്രസംഗിച്ചിരുന്നു. യേശു ക്രിസ്തുവിന് മുൻപ് വഴി ഒരുക്കാൻ വന്ന ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായ അധ്യായമായ യോഹന്നാൻ സ്നാപകനും പ്രസംഗിച്ചിരുന്നു. പക്ഷേ അവരുടെ എല്ലാം സബ്ജക്റ്റ്, അവരുടെയൊക്കെ പ്രസംഗ വിഷയം എന്തായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നാം പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ജോൺ ദി ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗ വിഷയം സർപ്പസന്തതികളെ വരാനിരിക്കുന്നതായ വലിയൊരു ന്യായവിധിയിൽ നിന്ന്, കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, തെറ്റി ഒഴിയുവാൻ നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നുള്ളതായിരുന്നു സ്നാപക യോഹന്നാൻ്റെ പ്രസംഗ വിഷയങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ പ്രസംഗം. യോഹന്നാൻ്റെ കൈക്കീഴിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു സ്നാനമേറ്റു. 30-ാമത്തെ വയസ്സിൽ ആത്മശക്തിയോടെ യേശു കർത്താവ് തൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചു. ആ പ്രവൃത്തികൾ ആരംഭിച്ച നമ്മുടെ കർത്താവ് പലയിടങ്ങളിലും പ്രസംഗിച്ചു. എന്തായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗ വിഷയം? സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് അവൻ പ്രസംഗിച്ചു തുടങ്ങി, അല്ലേ? അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെയും സബ്ജക്റ്റ് റിപ്പൻറ്റൻസ് എന്ന സബ്ജക്റ്റായിരുന്നു, മാനസാന്തരം. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ 12 അപ്പോസ്തലന്മാരെ വിളിച്ചു തൻ്റെ കൂടെ ഇരിക്കാൻ. ഇന്നലെ രാത്രി നമ്മൾ കേട്ടതുപോലെ പ്രസംഗിക്കേണ്ടതിന് അയക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കാൻ അവൻ 12 നിയമിച്ചു. സകലവിധ വ്യാധിയും ദീനവും പൊറുപ്പിക്കുവാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാർ, അന്ന് 120 പേർ, ആ മർക്കോസിൻ്റെ മാളികയിൽ, സഹിയോൻ മാളിക മുറിയിൽ അവർ പ്രാപിക്കുവാൻ ഇടയായി. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട അപ്പോസ്തലന്മാർ ധൈര്യമുള്ളവരായി മാറി. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട അപ്പോസ്തലന്മാർ ശക്തരായി മാറി. എന്നാൽ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ പ്രസംഗം, ആദിമസഭയോട് ഉള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുമ്പോൾ എന്തായിരുന്നു പത്രോസിൻ്റെ പ്രസംഗ വിഷയം? ആകയാൽ നിങ്ങൾ ഓരോരുത്തൻ നിങ്ങളുടെ പാപവിമോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗ വിഷയം മാനസാന്തരം എന്ന വിഷയമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രസംഗ വിഷയങ്ങൾ, യേശു കർത്താവിനെ കുറിച്ച് ബൈബിളിൽ പ്രധാനമായി എഴുതിയിരിക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന് അവൻ പ്രസംഗിച്ചു തുടങ്ങി. യേശു പ്രസംഗിച്ചു തുടങ്ങി. യേശു കർത്താവിന് ശേഷം, അവൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തലന്മാരുടെ പ്രസംഗ വിഷയവും മറ്റൊന്നല്ലായിരുന്നു, മാനസാന്തരം എന്ന വിഷയമായിരുന്നു. ഇന്ന് ഈ വിഷയത്തിന് പ്രസക്തി കുറച്ച് കൂടുതലുണ്ട്. എന്നാൽ 2019, 2018, 2017 കാലഘട്ടങ്ങളിലൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഈ വിഷയം പറയുന്നത് തന്നെ ഒരുപാട് പേർക്ക് അസ്വസ്ഥതയായിരുന്നു. മാനസാന്തരപ്പെടണം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. 1999 രക്ഷിക്കപ്പെടുവാനും കർത്താവിനെ അറിയുവാനുമുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നത്. 2000 കൂടെയാണ് ശരിക്കും കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തിയത്. എന്നാൽ ആ സമയം മുതൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2005 പല സ്ഥലങ്ങളിലും മാനസാന്തരം എന്ന വിഷയം 2005, 2004, 2006 പല സ്ഥലങ്ങളിലും ഞാൻ പ്രസംഗിച്ച ചില വീഡിയോകൾ, പഴയ വീഡിയോകൾ യൂട്യൂബിലൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രധാനമായ ഒരു സബ്ജക്റ്റ് ആയിരുന്നു റിപ്പൻറ്റൻസ് എന്നുള്ളത്. എന്നാൽ പല സ്റ്റേജുകളിലും, പല കൺവെൻഷനുകളിലും, പല മീറ്റിങ്ങുകളിലും ഈ വിഷയം പറയാനും ബാപ്റ്റിസത്തിനും രക്ഷയ്ക്കും ആൾട്ടർ കോൾ കൊടുക്കാനും ഞാൻ മറക്കാറില്ല.
കാരണം ആ ഒരു റീസൺ ആകാം, സുവിശേഷം അറിയിക്കുന്ന കാരണം കൊണ്ടാകാം ആത്മാക്കൾ ക്രിസ്തുവിലേക്ക് വരുന്നത്. കാരണം സുവിശേഷമാണ് ജനത്തെ രക്ഷയിലേക്കും സമാധാനത്തിലേക്കും ആ നല്ല വഴിയിലേക്കും നടത്തുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തെ നോക്കി, ഈ തലമുറയെ നോക്കി ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഭാഗം, ഇന്ന് നമ്മളുടെ സബ്ജക്റ്റ് റിപ്പൻറ്റൻസ് എന്നുള്ളതാണ്. ഈ ഒരു സെഷൻ കൊണ്ട് തീരുമെന്ന് എനിക്കറിയത്തില്ല. ഇനിയെങ്കിലും ഈ വിഷയത്തെ ശ്രദ്ധിക്കാതെ അവഗണിച്ചാൽ അത് അപകടകരമാണ്, വളരെ അപകടകരമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കുറിവാക്യം വായിക്കുമല്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ മലയാളികൾക്ക്, കുറിവാക്യം, അതിലോട്ട് വരുന്നതേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. എന്നാൽ കർത്താവ് പറഞ്ഞ ഒരു ഭാഗവും കൂടെ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ, അത് ലൂക്കോസ് 13:3-5 വാക്യത്തിലാണ് യേശു പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ നമ്മൾ എടുക്കുന്ന അധ്യായം ലൂക്കോസ് 15 പക്ഷേ ലൂക്കോസ് 13:3 കർത്താവ് പറയുന്നു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്നാ കുഴപ്പം? വെരി സിമ്പിൾ. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നീ നശിച്ചു പോകും. അതാണ് കർത്താവ് പറഞ്ഞത്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്നാ വരുമെന്നൊന്ന് കാണട്ടെ. ഒന്നും കാണാനില്ല, പിന്നെ അനുഭവിക്കേണ്ടി വരും, നശിച്ചു പോയിരിക്കും. കാരണം ഇത് ടിനു ജോർജ് പാസ്റ്റർ വാക്കല്ല, ഇത് ഏതെങ്കിലും ഉപദേശിമാർ പറഞ്ഞല്ല, സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 ബൈബിൾ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകമേ, മനുഷ്യരെ, നിങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നും ആ കർത്താവിൽ ആശ്രയിക്കണമെന്നും യോഹന്നാൻ 3:16 പറയുമ്പോൾ അവിടെയും നശിച്ചു പോകാതെ എന്നൊരു പദമുണ്ട്. ഇത് തന്നെയാണ് ലൂക്കോസ് സുവിശേഷം 13-ാം 3 വാക്യത്തിലും കാണുന്നത്. മാനസാന്തരപ്പെട്ട് റിപ്പന്റഡായി നിങ്ങൾ ക്രിസ്തുവിലേക്ക് വന്നില്ല എങ്കിൽ നിങ്ങൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു ഭാഗം, മറുഭാഗം പറയാനുള്ളത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, മാനസാന്തരപ്പെട്ട് ദൈവവഴിയിൽ നടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ച് അവൻ നശിക്കുകയല്ല, അവൻ നാശത്തിലേക്ക് പോകുകയല്ല, അവൻ റൂട്ട് ചെയ്തിരിക്കുന്നത് നിത്യജീവനിലേക്കാണ് എന്ന സത്യം തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഈ സബ്ജക്റ്റിന് നമ്മൾ വേണ്ടുന്ന ഗൗരവം കൊടുത്തില്ലെങ്കിൽ ലോകത്തോട് എനിക്ക് പറയാനുള്ളത് അതൊരു നല്ല കാര്യമല്ല എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് വചനത്തിൻ്റെ പഠനത്തിനായിട്ടും ചിന്തയ്ക്കായിട്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം, ആ 15-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 10-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന് ഏറെ സവിശേഷതകളുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും പരാമർശിച്ചിട്ടില്ലാത്ത ചില ഉപമകൾ, ചില സത്യങ്ങൾ ഈ ഭാഗത്ത് ലൂക്കോസ് 15-ൽ കാണുന്നു. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന, ലോകത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു സബ്ജക്റ്റാണ് മുടിയനായ പുത്രൻ എന്ന ആ ചെറുപ്പക്കാരൻ്റെ ചരിത്രം. അത് മത്തായി സുവിശേഷത്തിലോ മർക്കോസ് സുവിശേഷത്തിലോ യോഹന്നാൻ സുവിശേഷത്തിലോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ലൂക്കോസ് 15-ൽ മാത്രമേ അത് പരാമർശിച്ചിട്ടുള്ളൂ, അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ. അപ്പോൾ ഈ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തെ സുവിശേഷങ്ങളുടെ സുവിശേഷം എന്ന് വേദപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നു. കാരണം റിപ്പൻറ്റൻസ്, മാനസാന്തരം എന്ന വിഷയത്തിന് ഏറെ പ്രാധാന്യത നൽകിയിരിക്കുന്ന ഒരു അധ്യായമാണ് ലൂക്കോസ് 15. ഹല്ലേലൂയ. അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു.
അവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു പിറുപിറുത്തു. അവരോടവൻ ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ഒരാൾക്ക് 100 ആട് ഉണ്ട് എന്ന് ഇരിക്കട്ടെ. അതിൽ ഒന്ന് കാണാതെ പോയാൽ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിനെന്ന് അവരോട് പറയും. 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 3 പ്രധാന സംഭവങ്ങൾ, ഉപമകൾ വിശുദ്ധ ബൈബിളിൽ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നു. ഈ 3 സംഭവങ്ങളുടെയും ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തോട്ട് നമ്മൾ വരുമ്പോൾ കർത്താവ് ഈ 3 സംഭവങ്ങളും പരാമർശിച്ചിരിക്കുന്നത് മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, റിപ്പന്റഡ് ആകുക എന്ന വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്നാമതായി 100 ആട് ഒരിടയന്. ആ ഇടയന്റെ കൂട്ടത്തിൽ നിന്ന് 100 ആടുകളിൽ നിന്ന് ഒരാട് നഷ്ടപ്പെടുന്നു. ബൈബിൾ പറയുന്നു, ഇടയൻ 99 മരുഭൂമിയിൽ നിർത്തിയിട്ട് കാണാതെ പോയ ആ ഒരാടിനെ അന്വേഷിക്കുന്നു. ആരാണ് ഈ ഇടയൻ? വാസ്തവത്തിൽ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈ ഉപമ പറയുന്ന യേശു ക്രിസ്തു തന്നെയാണ് ആ ശ്രേഷ്ഠ ഇടയൻ. ഹല്ലേലൂയ. അവനാണ് നമ്മുടെ ദൈവം, അവനാണ് നമ്മുടെ കർത്താവ്, അവനാണ് നമ്മുടെ രക്ഷകൻ. യേശു ക്രിസ്തുവാണ് നമ്മളുടെ വീണ്ടെടുപ്പുകാരൻ. നല്ലൊരു ആമീൻ അതിന് പറയണം. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, 99 മരുഭൂമിയിൽ നിർത്തിയിട്ട്, ആരാണ് ഈ 99? ഈ 99 ആട് എന്ന് പറയുന്നത് യേശു കർത്താവ് പറയുന്നു, മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ സ്വയം നീതിമാന്മാരായി, ഐ ആം പെർഫെക്റ്റ്, ഐ ആം ഓൾ റൈറ്റ്, ഹല്ലേലൂയ, ഞാനെല്ലാം തികഞ്ഞവൻ, എന്നിലൊരു കുഴപ്പവുമില്ലാത്തവൻ, ഞാൻ അങ്ങനെയായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആ 99 സ്വയം നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാളും അധികം കൺസേൺ യേശു കർത്താവിന് രക്ഷിക്കപ്പെടുന്ന, മടങ്ങി വരുന്ന, മാനസാന്തരപ്പെടുവാൻ ഇച്ഛിക്കുന്ന ഒരു പാപിയെ കുറിച്ചുണ്ട് എന്ന് മാറ്റമില്ലാത്ത തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ഓൺലൈൻ സർവീസ് എന്നെ കാണുമ്പോൾ തിരിച്ചറിയണം, നിങ്ങൾ ക്രിസ്തുവിലേക്ക് വന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിത്വമാണെങ്കിൽ. എന്താണ് ഈ റിപ്പൻറ്റൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നറിയാമോ? റിപ്പൻറ്റൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം മടങ്ങി വരിക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ആഴമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഗ്രീക്കിലും അരാമിക്കിലും എബ്രായ ഭാഷയിലും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ആഴമായിട്ട് മാനസാന്തരത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു വേദപുസ്തക സംബന്ധമായിട്ടൊരു പഠനം നടത്തിയാൽ വളരെ ആഴമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കും. എന്നാൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു ടേൺ എന്നുള്ളതാണ്. ആ ചിഹ്നം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? വാഹനം ഓടിക്കുന്നവർക്കും റോഡ് സിഗ്നൽ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കും അറിയാം, യു ടേൺ എന്നൊരു സിഗ്നലുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി നമുക്ക് പോകേണ്ട റൂട്ടല്ല അത്, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റോങ് ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള ഒരു റൂട്ടിലോട്ടാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ പോയാൽ അവിടെ എത്തില്ല, അല്ലെങ്കിൽ നമ്മൾ എത്താൻ പോകുന്നത് തെറ്റായ ഒരു സ്ഥലത്താണ്, അല്ലെങ്കിൽ നമ്മുടെ സമയവും നമ്മുടെ പണവും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സാഹചര്യങ്ങൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകരുത് എന്ന് മനസ്സിലായി, വഴി തെറ്റാണെന്ന് മനസ്സിലായി, പോകുന്ന റൂട്ട് തെറ്റാണെന്ന് ബോധ്യം വരുമ്പോൾ, യഥാർത്ഥമായ റൂട്ട് ഇതുവഴി അല്ലെന്ന് മനസ്സിലാകുമ്പോൾ വണ്ടി എന്നാ എടുക്കും? യു ടേൺ എടുക്കും, തിരിച്ചെടുക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ മാനസാന്തരം എന്ന് പറഞ്ഞാൽ, അതാണ് അതിൻ്റെ കറക്റ്റ് അർത്ഥം.
ഞാൻ പോകുന്ന വഴി കറക്റ്റ് അല്ല, ഞാൻ യാത്ര ചെയ്യുന്ന റൂട്ട് കറക്റ്റ് അല്ല, ഞാൻ ഈ റൂട്ടിൽ യാത്ര ചെയ്തു പോയാൽ എത്തേണ്ടടുത്ത് എത്തുകയില്ല എന്ന എൻ്റെ യഥാർത്ഥ ബോധ്യം ദൈവം എൻ്റെ അകത്ത മനുഷ്യനിൽ നൽകുകയും ആ അനുതാപം എന്നിൽ ഉണ്ടാകുകയും ദൈവം എടുപ്പിക്കുന്നതാണ്, ദൈവമാണ് അതിലേക്ക് നയിക്കുന്നത്. പക്ഷേ വണ്ടി തിരിക്കേണ്ടത് ഞാനാണ്, ഡൈവേർട്ട് ചെയ്യേണ്ടത് ഞാനാണ്, യു ടേൺ എടുക്കേണ്ടത് ഞാനാണ്. ഞാൻ തിരിഞ്ഞു വരുന്നതാണ്, മടങ്ങി വരുന്നതാണ്, ആ കറക്റ്റ് വഴിയിലോട്ട് റൂട്ടിലോട്ട് കയറുന്നതാണ് റിപ്പൻറ്റൻസ് അഥവാ മാനസാന്തരം എന്ന് പറയുന്നത്. ഇവിടെ 99 നീതിമാന്മാരായ ആടിനെയും കർത്താവ് ബൈബിൾ പറയുന്നു ആ മരുഭൂമിയിൽ നിർത്തിയിട്ട് ഇനി കാണാതെ പോയ നഷ്ടപ്പെട്ട ആ ആടിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ആ ആട് ഇരിക്കുന്നത് കർത്താവിൻ്റെ ചുമലിലാണ്. ബൈബിൾ പറയുന്നു കാണാതെ പോയതിനെ കണ്ടെത്തുന്നത് വരെ നോക്കി നടക്കാതിരിക്കുമോ? എത്ര ആ മനസ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ വാക്യങ്ങളുടെ ഗൗരവം നിങ്ങൾ തിരിച്ചറിയണം. നഷ്ടപ്പെടുന്നവൻ അങ്ങ് നഷ്ടപ്പെട്ടു പോട്ടെ, പോകുന്നവൻ പോട്ടെ, തകരുന്നവൻ തകരട്ടെ, അവൻ അവിടെ കിടന്ന് കുടിക്കട്ടെ, അവൻ അവിടെ കിടന്ന് നശിക്കട്ടെ, അവനില്ലാതാകട്ടെ, നമുക്ക് എന്നാ വേണം. അങ്ങനെയല്ല കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ്. ആ നഷ്ടപ്പെട്ടു പോയവനെ കണ്ടെത്തുന്നതുവരെ, അവനെ തിരിച്ചു പിടിക്കുന്നതുവരെ, അവനെ രക്ഷിക്കുന്നതുവരെ, അവനെ മടക്കിയെടുക്കുന്നതുവരെ അവൻ അന്വേഷിക്കും. ഇന്ന് പകലിലും ലോകമെമ്പാടും ഈ മഹാമാരിയുടെ നടുവിലും ഈ പ്രതിസന്ധിയുടെ നടുവിലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തന്നെ അന്വേഷിക്കുന്നവരുണ്ടോ? ഇനിയെങ്കിലും, അങ്ങനൊരു പദമാ നല്ലത്, ഇനിയെങ്കിലും എൻ്റെ മുഖം അന്വേഷിക്കുന്നവർ, ഞാൻ ദൈവമെന്ന് തിരിച്ചറിയുന്നവർ ഉണ്ടോ? മാനസാന്തരപ്പെടുവാൻ മനസ്സ് കാണിക്കുന്നവരുണ്ടോ എന്ന് കർത്താവ് സ്റ്റിൽ റൈറ്റ് നൗ ഇപ്പോഴും അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ച അതൊന്നും അല്ല. ഈ വലിയ മഹാമാരിയുടെ നടുവിലും ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിലും മനുഷ്യൻ ഇപ്പോഴും പലതും പഠിച്ചിട്ടില്ല എന്ന സത്യമാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. അത് അങ്ങനെ തന്നെയായിരിക്കും. കർത്താവ് ഇവിടുന്ന് വന്നിട്ട് പോയി കഴിഞ്ഞും വിശുദ്ധന്മാരും സഭയും ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭൂമി അങ്ങനെ ആയിരിക്കും. ഇതിനേക്കാളും ഇതിൻ്റെ 1000 മടങ്ങ് തകർച്ചയിലായിരിക്കും. പക്ഷേ ഇപ്പൊ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുള്ള കാലത്ത്, ദൈവം പ്രവർത്തിക്കുന്ന കാലത്ത്, ഈ കൃപായുഗത്തിന്റെ സ്ഥിതി ഇതാണെങ്കിൽ മഹോദ്രവകാലത്തിന്റെ സ്ഥിതി എന്താണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ഭയാനകം തന്നെയായിരിക്കും. പക്ഷേ അതിനൊക്കെ മുൻപ് തന്നെ വീണ്ടെടുക്കപ്പെട്ട, രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട, ദൈവകൃപയിൽ കടന്നു വന്ന കർത്താവിൻ്റെ മക്കളെ കർത്താവ് കൊണ്ടുപോയിരിക്കും. അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന് ജനമേ, ഒന്നാമത്തെ ഉപമയിൽ സ്വയനീതിമാന്മാരായ 99 മരുഭൂമിയിൽ നിർത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ ചുമലിലെടുക്കുന്ന കർത്താവ് ഇന്ന് ഈ ലൈവിൽ, ഈ ഓൺലൈൻ സർവീസിൽ നിങ്ങളിൽ എത്ര ദൈവമക്കൾ പറയും, അല്ലെങ്കിൽ നിങ്ങളിൽ എത്ര പേർക്ക് അനുഭവമുണ്ട്, ഞാൻ ഒരു പാപിയായിരുന്നു, ഞാൻ ലോകസ്നേഹിയായിരുന്നു, ഞാൻ ഒത്തിരി ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച ഒരാളായിരുന്നു, ഹല്ലേലൂയ, പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തം എന്നെ വീണ്ടെടുത്തു, യേശുവിൻ്റെ കരം എന്നെ സ്പർശിച്ചു, അവൻ്റെ ആത്മാവിനാൽ എന്നെ നിറച്ചു, എൻ്റെ ദൈവം എന്നെ വീണ്ടെടുത്തു എന്ന ഉറപ്പുള്ള എത്ര ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. അവരെ നോക്കി കർത്താവ് പറയുന്നു, മോനെ, നീ ഇപ്പം മരുഭൂമിയിലെ ആ ചൂടിൽ നിൽക്കുകയല്ല, നീ ഇപ്പോൾ എവിടെങ്കിലും കുരുങ്ങിക്കിടക്കുകയല്ല, നീ എൻ്റെ തോളിലിരിക്കുക. മുറിവേറ്റ ഏതെങ്കിലും ആടുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മടങ്ങി വന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ, സഹോദര സഹോദരി, എൻ്റെ കർത്താവ് നിന്നെ ചുമലിലെടുത്തിരിക്കുന്നു, അവൻ്റെ തോളിലിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക. യോഹന്നാൻ 6:37 പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. താഴോട്ട് വായിക്കുമ്പോൾ ആരും, ആ 10-ാം അധ്യായത്തിൽ യോഹന്നാൻ 10 നല്ല ഇടയനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന ആടിനെ ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്, മാനസാന്തരപ്പെട്ട ഞാൻ, കർത്താവിലേക്ക് വന്ന ഞാൻ, എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞാൻ ഇന്ന് പകൽ ദൈവകരത്തിൽ സുരക്ഷിതയാണ് എന്ന ഉറപ്പുള്ള ദൈവമക്കൾ ചേർന്ന് കർത്താവിനൊരു സ്തോത്രം ചെയ്യാമോ? വാത്സല്യ സഹോദര, വാത്സല്യ സഹോദരി, ദൈവത്തിൻ്റെ പൈതലെ, മാതാപിതാക്കളെ, ഇന്ന് പകൽ ഈ വേദഭാഗത്തിൽ നിന്ന് ശ്രദ്ധിച്ച് ചുമലിലെടുത്ത് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തും വരെ അന്വേഷിച്ച്
മടക്കിയെടുക്കുന്ന ദൈവം. പക്ഷേ മടങ്ങി വരാൻ മനസ്സുള്ളവർക്കായി ദൈവത്തെ സ്തുതി. രണ്ടാമത്തെ വിഷയത്തിൽ 100-ൽ 1 കാണാതെ പോയി. രണ്ടാമത്തെ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അല്ല, 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ, 1 ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ വലിയ സന്തോഷം ഉണ്ടാകും. ഇതിനകത്ത് പ്രധാനമായ ഒരുപാട് ആശയങ്ങളുണ്ട്, ഒരുപാട് വെളിപ്പാടുകൾ നിറഞ്ഞ ഒരു ഭാഗമാണിത്. എന്നു വെച്ചാൽ ഇവിടെ കർത്താവ് രണ്ടാമതായി പറയുന്ന ഉപമയിൽ 10-ൽ 1 കാണാതെ പോയിരിക്കുന്നത്. 10-ൽ 1 അത് ചതുർദ്രഹ്മ നാണയമാണ്, ദ്രഹ്മ നാണയമാണ്. അത് കാണാതെ പോയിരിക്കുന്നത് ഒരു പുരുഷനിൽ നിന്നല്ല, അത് കാണാതെ പോയിരിക്കുന്നത് ഒരു സ്ത്രീയിൽ നിന്നാണ്. ആ സ്ത്രീയുടെ കൈവശം 10 ദ്രഹ്മ നാണയം ഉണ്ടായിരുന്നു എന്നാണ്. ഇതിനകത്ത് ഒരു ചരിത്രപരമായ കാര്യമുള്ളത്, 10 ചതുർദ്രഹ്മ നാണയം എന്ന് പറയുന്നത്, ഒരു സ്ത്രീ എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ യഹൂദന്മാരുടെ കൾച്ചറിൽ ഉള്ള ഒരു സംഭവമാണ്. അത് ഒരു സ്ത്രീയെ ഒരു പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യുമ്പോൾ, യഹൂദന്മാരുടെ ഇടയിൽ വിവാഹം നിശ്ചയം അല്ലെങ്കിൽ വിവാഹത്തിനായി ഉറപ്പിക്കുമ്പോൾ പ്രസ്തുത മണവാളൻ 10 ദ്രഹ്മ നാണയം അവളുടെ പക്കൽ ഏൽപ്പിക്കും. അത് 10 കൽപ്പനകളാണ്, 10 കമാൻഡ്മെന്റ്സ് ആണ്. 10 കൽപ്പനകൾ. ആ കൽപ്പനകൾ ഓരോന്നും പറഞ്ഞ് ഓരോ ദ്രഹ്മ നാണയം അവളുടെ പക്കൽ ഏൽപ്പിക്കും. വിവാഹ ദിനം വരുമ്പോൾ, ആ കല്യാണത്തിൻ്റെ അന്ന് മണവാളൻ അവളെ സ്വീകരിക്കുവാൻ ബഹുജന മുൻപിൽ നിൽക്കുമ്പോൾ ഈ 10 ദ്രഹ്മ നാണയത്തിൽ ഒന്നുപോലും കളയാതെ ആ ദിവസം വരെ സൂക്ഷിച്ച് ഇത് മണവാളനെ തിരികെ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സഹോദരിയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ ഇവൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളാണ്. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച ദൈവിക ഭാഗത്തേക്ക് വന്ന സകല ദൈവമക്കളും ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. വിശുദ്ധ ബൈബിളിൽ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സും ഏകാഗ്രതയും വിട്ട് വഷളായി പോകരുത് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സർവീസിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, പ്രിയ സഹോദരങ്ങളെ, അതിനൊരു സ്തോത്രം ചെയ്യാമോ നിങ്ങൾക്ക്? കർത്താവ് എന്ന ഏക പുരുഷന് വേണ്ടി, ക്രിസ്തു എന്ന മണവാളന് വേണ്ടി മണവാട്ടിയായി എന്നെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ വരുമ്പോൾ, ആ മഹൽ ദിനം വരുമ്പോൾ, മണവാട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ദിനത്തിൽ, ഹല്ലേലൂയ, അതെത്ര സന്തോഷകരമായ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മണവാളൻ ഏൽപ്പിച്ച കൽപ്പനകൾ, മണവാളൻ ഏൽപ്പിച്ച വചനങ്ങൾ, മണവാളൻ അനുസരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, മണവാളൻ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച ചില കൃപകൾ, നന്മകൾ, തിരുവഴുത്തുകൾ നമ്മുടെ സ്വഭാവദൂഷ്യങ്ങൾ കൊണ്ടും അശ്രദ്ധ കൊണ്ടും അവിശ്വസ്തത കൊണ്ടും നഷ്ടപ്പെടുത്തി കളയരുത്. ഇതാ, ഈ സഹോദരിയുടെ കയ്യിൽ നിന്നും 1 നഷ്ടപ്പെട്ടു. 10 ദ്രഹ്മ നാണയത്തിൽ 1 നഷ്ടപ്പെട്ടു. എന്തായിരിക്കും അവളുടെ ടെൻഷൻ അറിയാമോ? ഒരു ചതുർദ്രഹ്മ നാണയം പോയാൽ അടുത്തത് എടുക്കാമല്ലോ. പക്ഷേ ഇത് മണവാളൻ ഏൽപ്പിച്ചതാണ്. മണവാളൻ ഏൽപ്പിച്ചത്, കർത്താവ് എനിക്ക് തന്നതൊന്നും മനുഷ്യന് തരാൻ പറ്റുകയില്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. മനുഷ്യർക്ക് പലതും നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, പക്ഷേ യേശു ക്രിസ്തു നമുക്ക് തന്ന പലതും മനുഷ്യർക്ക് തരാൻ പറ്റുകയില്ല. അത് ഒരു സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടുകയില്ല. നിത്യമായ രക്ഷ ഏത് കുടുംബക്കാർക്ക് തരാൻ പറ്റും? നിത്യജീവൻ ഏത് പുരോഹിതന്, പാസ്റ്ററിന്, ഏത് സഭയ്ക്ക്, ഏത് മതത്തിന് നിത്യജീവൻ തരാൻ കഴിയും? നിത്യരക്ഷ തരാൻ കഴിയും? ഹല്ലേലൂയ. എല്ലാവരും
അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും എന്നെ നയിക്കണമേ എന്ന് എല്ലാ മതഗ്രന്ഥങ്ങളും പഠിക്കുമ്പോൾ യഥാർത്ഥമായ വെളിച്ചത്തിലേക്ക് എന്നെ ആർക്ക് നയിക്കാൻ കഴിയും? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുവിനല്ലാതെ വേറെ ആർക്കും നമ്മളെ അതിൽ നയിക്കാൻ കഴിയും? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്കും മതത്തിനും പാരമ്പര്യങ്ങൾക്കും വ്യക്തികൾക്കും സമൂഹത്തിനും ഒന്നും തരുവാൻ കഴിയാത്ത പലതും സർവശക്തനാകുന്ന ദൈവത്തിന് നമ്മളിൽ പകരാനും നൽകാനും കഴിയും. ദൈവം നൽകിയതിനെ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ അത് മനുഷ്യന് വീണ്ടെടുത്ത് തരാൻ പറ്റില്ല. അത് ദൈവത്തിന് മാത്രമേ നിങ്ങളിൽ മടക്കിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ അതിനകത്ത് നിങ്ങളുടെ ഒരു ശ്രമം ആവശ്യമുണ്ട്. ഈ സഹോദരിയുടെ കയ്യിൽ നിന്ന് ആ ചതുർദ്രഹ്മ നാണയം നഷ്ടപ്പെട്ടപ്പോൾ ഒരു ശ്രമം അവൾ നടത്തി. എന്തിനാണെന്നറിയാവോ? നഷ്ടപ്പെട്ട ആ നാണയം കണ്ടുപിടിക്കാൻ അവൾ ചൂലെടുത്തു, വീട് മുഴുവൻ അടിച്ചു വാരി, വിളക്ക് കത്തിച്ചു, കംപ്ലീറ്റ് അന്വേഷിച്ചു. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാൻ, നഷ്ടപ്പെട്ടു പോയെടുത്തുനിന്ന് മടങ്ങി വരുവാൻ, ജീവിതത്തിൽ വന്ന വീഴ്ചകളിൽ നിന്ന് എഴുന്നേറ്റ് വരുവാൻ അവൾ നടത്തുന്നൊരു ശ്രമം ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആമീൻ. ഒരു കസേര വെറുതെ കുത്തിയിരുന്ന ദൈവം എന്നെ വന്നങ്ങ് രക്ഷിച്ചോളും, കർത്താവ് എനിക്ക് വേണ്ടതെല്ലാം ചെയ്തോളും, ഹല്ലേലൂയ എന്ന ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യേശു കർത്താവ് ഇന്ന് പകലിൽ നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകുവീൻ. ആമേൻ. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, ലിസൺ ടു മീ. അവളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്താണ് അവൾ ഒന്നാമത് ചെയ്തത്? നമ്പർ 1, ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി പറയുന്നു, അവൾ വിളക്ക് കത്തിച്ചു. അവൾ വിളക്ക് കത്തിച്ചു. ഹല്ലേലൂയ. 2, വീട് അടിച്ചു വാരി ക്ലീൻ ചെയ്തു. 3, കണ്ടു കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിച്ചു. അല്ലേ? അന്വേഷിക്കുന്നത് കൊണ്ട് ഭയങ്കര സൂക്ഷ്മതയോടെ കിട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ എന്നുള്ള രീതി അന്വേഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൾ ഒന്നാമതായി നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാൻ ചെയ്തത് വിളക്ക് കത്തിച്ചു, വെളിച്ചം തെളിച്ചു. എന്താണ് അതിൻ്റെ പ്രത്യേകത? വിളക്ക് എന്ന് പറയുന്നത് ദൈവവചനമാണ്. നമ്മൾ ഒത്തിരി റെഫറൻസുകൾ അതിനുണ്ട്. ഒരെണ്ണം പറയാം. വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ഈ അന്ധകാരം നിറഞ്ഞ ഭൂമിയിൽ തെളിച്ചു വച്ചിരിക്കുന്ന വെളിച്ചം എന്ന് പറയുന്നത്. ഈ വെളിച്ചത്തിലേക്കാണ് സകലരും ആകർഷിക്കപ്പെടേണ്ടത്. പ്രൈസ് ഗോഡ്. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ആ യേശു ആരാണ്? യേശു പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. എന്നിൽ വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കില്ല, ഇരുട്ടിന് അവനെ ജയിക്കാൻ കഴിയില്ല. വാത്സല്യ ദൈവമക്കളെ, നിങ്ങളുടെ വീട് ഒരു അന്ധകാരത്തിലാണോ? നിങ്ങളുടെ ദേശം ഒരു അന്ധകാരത്തിലാണോ? അതിന് സൊല്യൂഷൻ വേറെ ഒന്നും അല്ല. അതിൻ്റെ സൊല്യൂഷൻ അവിടെ വിളക്ക് തെളിയുക എന്നുള്ളതാണ്. അത് കുറച്ച് എണ്ണ ഒഴിച്ച് കത്തിച്ച് വെക്കുന്നൊരു വിളക്കിനെ കുറിച്ചല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം ഒരു വീട്ടിനകത്ത് പ്രകാശിച്ചാൽ ആ വീട്ടിനകത്ത് നിന്ന് ഇരുട്ട് മാറിപ്പോകും. വചനം ഒരു വ്യക്തിയുടെ ആത്മാവിൽ കത്തിയാൽ അവൻ്റെ അകത്തുനിന്ന് ഇരുട്ട് മാറിപ്പോകും. വചനം യഥാർത്ഥമായി ഒരു മനുഷ്യനിൽ വെളിപ്പെട്ടാൽ അവൻ്റെ ജീവിതത്തിലെ കുറവുകൾ അവന് കാണാൻ കഴിയും. അതൊരു ഭയങ്കര ഭാഗമാണ്. കാരണം ഇവൾ വിളക്ക് കത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 1, ഇരുട്ട് മാറി. 2, അടിച്ചു വാരണമെങ്കിൽ എന്തുണ്ട്? അഴുക്കുണ്ട്. അഴുക്ക് ഒത്തിരി ഉള്ളത് കൊണ്ടല്ലേ അവൾക്ക് തൂക്കണ്ടി, അടിച്ചു വാരണ്ടി വന്ന ആ ഭാഗം വായിക്കുമ്പോൾ. അപ്പൊ ദൈവവചനമാകുന്ന വിളക്ക് തെളിയിച്ചാൽ എന്ത് കാണാൻ പറ്റും? അഴുക്ക് കാണാൻ പറ്റും. പലർക്കും അവരവരുടെ കുറവ് കാണാൻ പറ്റാതെ വല്ലവരുടെയും കുറവ് നോക്കി ചൂണ്ടിക്കാണിക്കുന്നത് ഇവരുടെ മുമ്പ് ഈ വെളിച്ചം ഇല്ലാത്തത് കൊണ്ടാണ്. ശരിക്കും ഞാൻ പറഞ്ഞാൽ യഥാർത്ഥമായ ഒരു ലൈറ്റിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പം, ഞാൻ ചില സമയങ്ങളിലൊക്കെ TV പ്രോഗ്രാമിൻ്റെ ഷൂട്ടിങ്ങിന് വരുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലത്തെ ലൈവ് സർവീസിന് വരുമ്പോഴും ഒക്കെ
ഈ മീഡിയയിലെ കുഞ്ഞുങ്ങൾ പറയും, പാസ്റ്ററെ ആ ഷർട്ടിൽ ഒരു ചെറിയൊരു ഡോട്ടുണ്ട്, ദാണ്ട പാസ്റ്ററെ അത് അവിടെ ചുളുങ്ങിയിരിക്കുക. കാരണം ഞാനത് വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്നപ്പോൾ ഞാനത് കണ്ടില്ല. നല്ല വെട്ടത്തിൻ്റെ മുമ്പിൽ, വെളിച്ചത്തിൻ്റെ മുമ്പിൽ വന്നപ്പോഴാണ് അത് പ്രൊജക്റ്റഡ് ആയത്. ഇതുപോലെ തന്നെ ഞാൻ നല്ല പുള്ളിയാ എന്ന് പറഞ്ഞിരിക്കുന്ന പലരും ആ തേജസ്സിൻ്റെ മുൻപിൽ, ആ വെളിച്ചത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പം ഒരുപാട് അഴുക്കുകൾ കാണാൻ പറ്റും, ഒരുപാട് ഡോട്ടുകൾ കാണാൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ, അത് ഇന്ന് നമുക്ക് കാണാൻ പറ്റാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ആ വെളിച്ചത്തിലൊന്നും അല്ലാത്തതുകൊണ്ടാണ്. ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നേ. യെശയ്യാവ് എന്ന പ്രവാചകൻ എന്താ പറഞ്ഞേ? യെശയ്യാവ് എന്ന പ്രവാചകൻ ഇസ്രായേലിനെ കുറിച്ച് അതിശക്തമായി പ്രവചിച്ച പ്രവാചകനല്ലേ? അതിശക്തമായി പ്രവചിച്ച, ഇസ്രായേലെ നിനക്ക് അയ്യോ കഷ്ടം, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനനെ അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ലെന്നൊക്കെ ശക്തമായി പ്രവചിച്ച, പരസ്യമായി ജനത്തെ അവഹേളിച്ച, കീറി മുറിച്ച മനുഷ്യനാണ് യെശയ്യാവ്. ഐ ആം പെർഫെക്റ്റ് പേഴ്സൺ എന്നുള്ള നിലയിൽ. പക്ഷേ 6-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങി ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത്, ആ ലൈറ്റ്, ആ വെളിച്ചമാകുന്ന ദൈവത്തെ ആര് കണ്ടു? യെശയ്യാവ് കണ്ടു. ആ കർത്താവിനെ കണ്ടപ്പോൾ, ആ ഹെവൻ കണ്ടപ്പോൾ, സ്വർഗം കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, ഈസ് നോട്ട് പെർഫെക്റ്റ്, ഐ ആം നോട്ട് പെർഫെക്റ്റ്. അന്നേരമാണ് യെശയ്യാവ് വിളിച്ചു പറഞ്ഞത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്ന മനുഷ്യൻ. അതിനകത്തൊരു ആത്മീയ മർമ്മമുണ്ട് കേട്ടോ. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവനായി മാറിയതിൻ്റെ കാരണം ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ആൾക്കാരുടെ ഇടയിൽ താമസിക്കുന്നത് കൊണ്ടാണെന്നാണ് യെശയ്യാവ് പറയുന്നത്. അപ്പോൾ ശുദ്ധിയില്ലാത്തവരുടെ ഇടയിൽ ജീവിച്ച് ശുദ്ധിയില്ലാത്ത അധരമുള്ളവനായി തീർന്നു. ഇതൊരു നാച്ചുറൽ കാര്യമാണ്. വലിയ വെളിപ്പാടൊന്നും അതിനകത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. പരിഹാസിയുടെ കൂടെ ഇരുന്നാൽ നീയും പരിഹാസിയായിരിക്കും, നിന്റെ മക്കളും അതായിരിക്കും, ഉറപ്പായിട്ടും ആയിരിക്കും. അപ്പനും അമ്മയും പരിഹാസിയാണോ? മക്കളും അതുപോലെ ആൾക്കാരെ പരിഹസിക്കുന്ന കാണാം. പ്രൈസ് ഗോഡ്. നല്ല അപ്പനും അമ്മയ്ക്കും ജനിച്ചതാണോ, നല്ല കുടുംബത്തിലുള്ളതാണോ, നീ അതിൻ്റെ സ്വഭാവം കാണിച്ചിരിക്കും, ഉറപ്പായിട്ടും കാണിച്ചിരിക്കും. ആരുമായിട്ടാണോ നീ അസോസിയേറ്റ് ചെയ്യുന്നത് അത് നിന്നിൽ വെളിപ്പെട്ടിരിക്കും. അത് ഒരു മാറ്റമില്ല. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്നാ കവിവര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനേക്കാൾ കൂടുതലൊരു ഉദാഹരണം പറയാനില്ല. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്ന ഞാനും ഇതാ ശുദ്ധിയില്ലാത്ത അധരമുള്ളവനായി തീർന്നിരിക്കുന്നു എന്നാ യെശയ്യാവ് പറഞ്ഞത്. അപ്പം എന്നാ ദൈവം ചെയ്തേ? അവൻ്റെ അഴുക്കിനെ അവൻ കണ്ടപ്പോൾ, അവൻ്റെ കുറവിനെ അവൻ കണ്ടപ്പോൾ, അവൻ്റെ ജീവിതത്തിൻ്റെ വീഴ്ചകളെ അവൻ കണ്ടപ്പോൾ, ബൈബിൾ പറയുന്നു സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ ഒരു കുടിലുമായിട്ട്, ഒരു തീക്കനലുമായിട്ട് വന്നിട്ട് എവിടെ തൊട്ടു? തലയിലല്ല, കയ്യിലല്ല, അവൻ്റെ അധരത്തെ തൊട്ടു. താങ്ക് യു ലോർഡ് ജീസസ്. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ മാനസാന്തരം ആദ്യം വെളിപ്പെടേണ്ടത് നിന്റെ നാക്കിലാണ്. യഥാർത്ഥ റിപ്പൻറ്റൻസ് ആദ്യം ഉണ്ടാകേണ്ടത് ആ നാക്കിനകത്താണ്. അതുകൊണ്ടാണ് ദൂതൻ കുടില് കൊണ്ടുവന്ന് തലയെ തൊടാതെ കാലെ തൊടാതെ അവൻ്റെ നാക്കെ തൊട്ടത്. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ ജനമേ, ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സഹോദരിയുടെ ലൈഫിൽ നഷ്ടപ്പെട്ടതിനെ അവൾക്ക് തിരിച്ചു കിട്ടുവാൻ, മണവാളൻ വരുമ്പോൾ കൈവിടപ്പെട്ടു പോകാതിരിക്കുവാൻ, 1 അവൾ വിളക്ക് കത്തിച്ചു. 2 അഴുക്ക് കണ്ടപ്പം ഗ്ലോറി, രക്തത്താൽ ജയം, സ്തോത്രം എന്ന് പറഞ്ഞിരുന്നില്ല. അഴുക്ക് കണ്ടപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ, വൃത്തിയാക്കാൻ, അടിച്ചു വാരാൻ, അതവിടെ ഇരിക്കട്ടെ എന്നല്ല ചിന്തിച്ചത്. എടുത്ത് കളയേണ്ടത് എടുത്ത് കളയാൻ, മാറ്റേണ്ടത് മാറ്റാൻ, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു. അതാണ് മാനസാന്തരം. പ്രൈസ് ഗോഡ്. ഡെയിലി 2 പാക്കറ്റ് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഒരാൾ ഒന്ന് പ്രാർത്ഥന കണ്ട് സ്തോത്രം എന്ന് പറഞ്ഞത് 1 പാക്കറ്റ് ആക്കുന്നതും ഡെയിലി 2 ആക്കുന്നതും അല്ല റിപ്പൻറ്റൻസ്. വലിയ ബോട്ടിൽ അടിച്ചുകൊണ്ടിരുന്ന അച്ചായൻ, ഞാൻ ഇന്ന് ഒരു ധ്യാനത്തിന് പോയി, ഇപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി, അതല്ല റിപ്പൻറ്റൻസ്. മാനസാന്തരം എന്ന് പറയുന്നത് ആ ഒരു ക്ലീനിങ് പ്രോസസ്സാണ്. ഹല്ലേലൂയ. അവൾ വീട് അടിച്ചു വാരി വൃത്തിയാക്കി ക്ലീൻ ചെയ്തു. അപ്പോൾ അവൾക്ക് എന്നാ സംഭവിച്ചെന്നറിയാവോ? അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ അവൾക്ക് തിരിച്ചു കിട്ടി. നഷ്ടപ്പെട്ടു പോയത്
നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണോ? അത് പ്രാർത്ഥനാ ജീവിതമായിരിക്കും, അത് സമാധാനമായിരിക്കും, അത് ആത്മീക സന്തോഷമായിരിക്കും, അത് എന്നായാണെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ കിട്ടണമെങ്കിൽ ഒന്ന്, കർത്താവിൻ്റെ സന്നിധിയിൽ വരിക. ദൈവവചനം തലേണയുടെ കീഴിൽ വെച്ചുകൊണ്ടിരിക്കാതെ, ഷോക്കേസിൽ വെക്കാതെ എടുത്തൊന്ന് വായിക്കുക. ആ ബൈബിൾ നിങ്ങളോട് സംസാരിക്കും. ഈ ലോകത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും തുറന്നു പിടിച്ച് വായിച്ചാൽ നിന്നെ വിവേചിക്കുന്ന, നിന്നെ കാണിച്ചു തരുന്നൊരു പുസ്തകം ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത് ദൈവവചനം ഒരു കണ്ണാടിയാണെന്ന്. എന്താ കണ്ണാടിയുടെ പ്രത്യേകത? പൗലോസും അത് പറഞ്ഞിട്ടുണ്ട്. യാക്കോബ് മാത്രമല്ല, പൗലോസ് തന്നെ പറഞ്ഞു, ഇപ്പോൾ നാം അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നാം യേശുവിനെ കാണുന്നു, അപ്പോഴോ നാം അവനെ മുഖാമുഖമായി കാണും. ഇപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അനുസരിക്കാത്തൊരു മനുഷ്യൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടി നോക്കിയിട്ട് പെട്ടെന്ന് മറന്നു പോകുന്ന മനുഷ്യനോട് തുല്യനാണെന്ന് യാക്കോബ് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഇപ്പോൾ നാം അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴോ നാം അവനെ മുഖാമുഖമായി കാണും. ഇപ്പോൾ നാം ക്രിസ്തുവിനെ ഈ വചനമാകുന്ന കണ്ണാടിയിലൂടെയാണ് കാണുന്നത്. ഒരു ദിവസം ഈ കണ്ണാടിയിലൂടെ കണ്ട ക്രിസ്തുവിനെ ഈ വചനമാകുന്ന കണ്ണാടിയിലൂടെ, മിററിലൂടെ കണ്ട യേശുവിനെ ഒരു ദിവസം ഡയറക്റ്റ്ലി കാണും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അത് അതിവേഗം സംഭവിക്കും. പ്രൈസ് ഗോഡ്. എന്നാൽ വചനത്തെ കണ്ണാടിയോടുകൂടെ കമ്പയർ ചെയ്യുന്ന, കണ്ണാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എന്തിനാ മനുഷ്യൻ കണ്ണാടിയെ നോക്കുന്നത്? കണ്ണാടിയെ നോക്കുന്നത്, പണ്ടൊരിക്കൽ ഞാൻ ഈ ചോദ്യം ഒരു കായംകുളത്ത് ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പം ഒരു ബൈബിൾ ക്ലാസ്സിൽ പരസ്യമായിട്ട് ചോദിച്ചപ്പം ഒരു അപ്പച്ചൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ബ്രദറെ, കണ്ണാടിയെ നോക്കുന്നത് ഇവരൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ്. ഞാൻ ഉറപ്പായിട്ട് പറയുന്നത്, കണ്ണാടിയെ നോക്കിയതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കുകയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വർദ്ധിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ കണ്ണാടിയെ നോക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കുകയില്ല. നിങ്ങളുടെ ലൈഫിൽ ഉള്ള കാര്യം മാത്രമേ കണ്ണാടി കാണിച്ചു തരത്തുള്ളൂ. കണ്ണാടി നോക്കിയാൽ നിങ്ങളുടെ അഴുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലോ നിങ്ങളുടെ മുഖത്തിലോ നിങ്ങളുടെ മുടിയിലോ എന്തെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ കണ്ണാടി നിങ്ങൾക്കത് കാണിച്ചു തരും. അത് ക്ലിയർ ചെയ്യാൻ പറയും. പ്രൈസ് ഗോഡ്. അത് തന്നെയാണ് വചനവും. വചനത്തിൻ്റെ പ്രത്യേകത, അതെടുത്ത് വായിച്ചാൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ, മാറ്റം വരുത്താനുണ്ടെങ്കിൽ ബൈബിൾ നമ്മളെ കാണിച്ചു തരും മാറ്റം വരുത്തേണ്ടത് എന്നാന്ന്, എവിടെയൊക്കെയാണെന്ന്, എങ്ങനെയൊക്കെയാണെന്ന് അത് നമുക്ക് കാണിച്ചു തരും. പ്രൈസ് ഗോഡ്. പക്ഷേ യാക്കോബ് പറയുന്നുണ്ട്, സാധാരണ നിലയിൽ സംഭവിക്കുന്ന വെച്ചാൽ ഒരു മനുഷ്യൻ തൻ്റെ മുഖം കണ്ണാടിയിലോട്ട് നോക്കിയേച്ച് പെട്ടെന്ന് അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ മുഖം മറന്നു പോകുന്ന പോലെയാണ്. നമ്മളിത് എത്ര കേട്ടാലും നമ്മൾ ചിലപ്പോൾ ഒക്കെ പറയാറുണ്ട്, എന്നോ മെസ്സേജ് ആയിരുന്നു, എന്തോ പ്രസംഗമായിരുന്നു, എന്തോ അമ്മാമയെ പ്രസംഗിച്ചു, എന്തോ അച്ഛാ പ്രസംഗിച്ചു, അതൊന്നും ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഭയങ്കര പ്രസംഗമായിരുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഇത് കേൾക്കുന്നുണ്ട്, ഇത് വായിക്കുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് കണ്ണാടി നോക്കുന്ന മനുഷ്യൻ അത് മറന്നു പോകുന്നത് പോലെയാണ് പലരും. പക്ഷെ അങ്ങനെയല്ല കർത്താവിൻ്റെ വചനം. വചനം എന്ന് പറയുന്നത് അത് കേൾക്കുന്നവരുടെ പ്രത്യേകമായ ശ്രദ്ധയ്ക്ക്, അത് വായിക്കുന്നവരുടെ പ്രത്യേകമായ ശ്രദ്ധയ്ക്ക് അത് നിങ്ങളെ കാണിച്ചു തരുന്നു. നമ്മൾ ബൈബിളിൽ നോക്കുന്നത്, നമ്മൾ വാക്യം തപ്പുക, വാട്സാപ്പിൽ അവന് വല്ലതും അയച്ചു കൊടുക്കാനുണ്ടോ എന്ന്, പുള്ളി പറഞ്ഞതിന് എന്തെങ്കിലും സാധനം അയച്ചു കൊടുക്കാനുണ്ടോ എന്ന് നമ്മൾ വാട്സാപ്പ് ബൈബിൾ തപ്പുക. ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പറയാൻ ഒരു വാക്യം ഇട്ട് കൊടുത്തേക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ അവനോട് എന്തോ പറയാനുള്ള സംഭവമായിട്ട് വചനം അന്വേഷിക്കുക. അങ്ങനല്ല പ്രിയപ്പെട്ടവരെ. ബൈബിൾ വായിക്കുന്ന വ്യക്തിയെ ബൈബിള് വായിക്കുന്നുണ്ട്. മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടെ പറയാം. ബൈബിൾ വായിക്കുന്ന ഒരാളിനെ ബൈബിള് തിരിച്ചു വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിന്നെ വിവേചിക്കുന്നുണ്ട്. നിങ്ങളോട് പറയാനുള്ള കാര്യം വേദപുസ്തകം പറയുന്നു. ആ വിളക്ക്, ദൈവവചനമാകുന്ന ആ വിളക്ക് ശരിക്കും കത്തുമ്പോഴാണ് അഴുക്ക് കാണുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. എവിടെങ്കിലും ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിലൊക്കെ കർത്താവ് ഒത്തിരി സമയം നമുക്ക് തന്നിരിക്കുക. ഈ സമയം അത് ശരിക്കും പ്രയോജനപ്പെടുത്താത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് കുറച്ച് നാളൂടെ കഴിയുമ്പോൾ അത് വലിയ നഷ്ടമായി പോയി നിങ്ങൾക്ക് തോന്നി. ഇപ്പം വലിയ കഷ്ടമാണ് എന്ന് ചിന്തിക്കുന്നവർ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ദൈവവചനം വായിക്കാതെയും പ്രാർത്ഥിക്കാതെയും പ്രിപ്പയർഡ് ആകാതെയും ഉപവസിക്കാതെയും എന്തെങ്കിലുമൊക്കെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയൊക്കെ ചെയ്യാതെയൊക്കെ ഇരിക്കുന്നവർക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ഇതെല്ലാം മാറി കർത്താവ് നല്ലൊരു കാലം കൊണ്ടുവരുന്നെങ്കിൽ അത് തരുമ്പോൾ
അയ്യോ അന്ന് ശരിക്കും എന്നാ ടൈം എനിക്ക് കിട്ടിയതാ, എത്രയോ സമയം എനിക്ക് വെറുതെ കിട്ടി. ഹല്ലേലൂയ. ഞാൻ പലതും വീഡിയോയും കണ്ട്, ഫേക്ക് തിങ്സും കണ്ട്, വാട്സാപ്പും കണ്ട്, കോമഡിയും കണ്ട് എൻ്റെ സമയം ഞാൻ വെറുതെ കളഞ്ഞു എന്ന് ഈ കഷ്ടതയുടെ നടുവിൽ ഈ സമയത്തെ നഷ്ടമാക്കി കളയാതെ ഇതിനെ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ ശരിക്കും ഈ സമയത്തെ ഉപയോഗിക്കണം. ഞാനത് വീണ്ടും നിങ്ങളോട് അറിയിക്കുക പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് വ്യക്തമായി പറയുന്നവൾ വീട് അടിച്ചു വാരി വൃത്തിയാക്കിയപ്പോൾ കാണാതെ പോയ ദ്രഹ്മ, അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയപ്പോൾ എന്ത് ചെയ്തു? സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി. ഇതൊരു പ്രത്യേകതയാണ്, വിളിച്ചു കൂട്ടാതിരിക്കാൻ പറ്റുകയില്ല. എന്നെ വിടുവിച്ച കർത്താവിനെ, എന്നെ മടക്കിയെടുത്ത യേശുവിനെ, എന്നെ തിരിച്ചു പിടിച്ച ദൈവത്തെ, എന്നെ വീണ്ടെടുത്ത കർത്താവിനെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. എനിക്ക് ദ്രഹ്മ കിട്ടി, സ്തോത്രം, രക്തത്താൽ ചെയ്യും, പോക്കറ്റിട്ടുകൊണ്ട് ഞാൻ അങ്ങ് പോവുകയല്ല. എനിക്ക് അയൽക്കാരോട് ഇത് പറയാതിരിക്കാൻ ഒക്കുകയില്ല. എനിക്ക് സ്നേഹിതരോട് ഇത് പറയാതിരിക്കാൻ ഒക്കുകയില്ല. ഇന്ന് പകലിൽ എത്ര പേര് പറയും, എന്നെ വിടുവിച്ച യേശുവിനെ കുറിച്ച്, എന്നെ രക്ഷിച്ച കർത്താവിനെ കുറിച്ച്, എന്നെ വീണ്ടെടുത്ത യേശു കർത്താവിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. വിളക്ക് കത്തിച്ച് എനിക്ക് പറയിൻ കീഴിൽ വെക്കാൻ പറ്റത്തില്ല. വിളക്ക് കത്തിച്ചത് തണ്ടിൻ്റെ മേൽ വെക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെളിച്ചത്തെ ലോകത്തിന് കൊടുക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യമുള്ളവർ അതിനൊരു നല്ല ആമീൻ പറഞ്ഞേ പ്രിയപ്പെട്ടവരെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആ കാണാതെ പോയ ദ്രഹ്മ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ. എന്നോടുകൂടെ. അപ്പോൾ നഷ്ടപ്പെട്ട ജീവിതത്തിൽ നിന്ന് മടങ്ങി വന്ന വ്യക്തിക്ക് എന്തുണ്ടാകും? സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോഴും നഷ്ടപ്പെട്ട് കിടക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. നഷ്ടപ്പെട്ട വ്യക്തി മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, റിപ്പൻറ്റഡ് ആയ ഒരാൾക്ക്, യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട ഒരാൾക്ക്, യഥാർത്ഥമായി കർത്താവിലേക്ക് മടങ്ങി വന്നൊരു വ്യക്തിക്ക്, ഓ താങ്ക് യു ജീസസ്, ഭയങ്കര സന്തോഷം ഉണ്ടാകും. ഹല്ലേലൂയ. നോക്കിയേ, അവൻ സ്നേഹിതരെയും അയൽക്കാരെയും എല്ലാം വിളിച്ചു കൂട്ടി എന്നോട് കൂടെ സന്തോഷിപ്പിനെന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും. അപ്പം ആ വ്യക്തി മടങ്ങി വന്നപ്പം സ്വർഗത്തിൽ എന്ത് നടന്നു? സ്വർഗം ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി. ദൈവത്തെ സന്തോഷിപ്പിക്കണോ? ഒരു ചോദ്യമാണ്. ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ മുഖം തെളിയുവാൻ, അല്ലെങ്കിൽ കർത്താവ് ഹാപ്പി ആയിരിക്കാൻ, നമ്മുടെ സന്തോഷം അന്വേഷിക്കുന്ന ദൈവവും സ്വർഗവും റിജോയ്സ് ചെയ്യുവാൻ, ആനന്ദിക്കുവാൻ എന്നാ വഴി? നമുക്ക് കുറച്ച് കർമ്മങ്ങൾ ചെയ്യണോ? നോ വേ. കർമ്മങ്ങളിലും ആചാരങ്ങളിലും ഒന്നും അവൻ പ്രസാദിക്കുന്നില്ല. മനുഷ്യൻ്റെ നീതി പ്രവൃത്തികളൊക്കെ അവൻ്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെയാണെന്നാ. എന്നാ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനാ? എന്നാ അതിന് സൊല്യൂഷൻ? ഒരു വഴിയില്ല. ദൈവം സന്തോഷിക്കുവാൻ, സ്വർഗം സന്തോഷിക്കുവാൻ, ദൂതന്മാർ സന്തോഷിക്കുവാൻ ഒരേ ഒരു വഴി, ഒരു പാപി മാനസാന്തരപ്പെടണം. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ ദൂതന്മാരുടെ മധ്യേ ഹെവനിൽ ഭയങ്കര സന്തോഷം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ദൂതന്മാർ സന്തോഷിക്കുവാൻ, സ്വർഗം ആനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് ആരെയെങ്കിലുമൊക്കെ ദൈവവചനമാകുന്ന വെളിച്ചം കൊടുത്ത് ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ നിമിത്തം പലരും മാനസാന്തരത്തിലേക്ക് വരണം. പലയിടത്തും അതല്ല നടക്കുന്നത്. ചിലർ കാരണം 5 കുടുംബം അങ്ങ് പോയി. സ്തോത്രം. നമ്മൾ കാരണം പലരുടെയും ഉള്ള വിളക്കൂടെ അണച്ചു കളഞ്ഞു. അങ്ങനെ ആകരുത് പ്രിയപ്പെട്ടവരെ. ഇന്ന് പകലിൽ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന വാക്കുകൾ, ഞാൻ പറയുന്ന വചനങ്ങൾ, ഞാൻ കൊടുക്കുന്ന സന്ദേശങ്ങൾ, എൻ്റെ മനോഭാവം, ഞാൻ ട്രാക്റ്റ് കൊടുക്കുന്നത്, സുവിശേഷം അറിയിക്കുന്നത്, പ്രസംഗിക്കുന്നത്, ടെലിവിഷനിൽ പ്രോഗ്രാം ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ കാര്യം പ്രിയപ്പെട്ടവരെ പറയുന്നത്. ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും അനേകർ കർത്താവിൻ്റെ കൃപയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. എനിക്ക് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. എൻ്റെ ചേർന്ന് നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കറിയാം. രക്ഷിക്കപ്പെടാനും ആൾക്കാർ കർത്താവിലേക്ക് വരാനും അവരുടെ ലൈഫിലൊരു മാനസാന്തരം എൻ്റെ ഏറ്റവും വലിയ ആനന്ദമാണ്. പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും
പല പട്ടണങ്ങളിലും ചെല്ലുമ്പോൾ പലരും പറയാറുണ്ട്, ബ്രദറെ, പാസ്റ്ററിൻ്റെ പ്രസംഗം ദൈവവചനം ഞങ്ങൾ യൂട്യൂബിൽ കേട്ടു, അല്ലെങ്കിൽ ചർച്ചയിൽ കേട്ടു, അല്ലെങ്കിൽ ആ കൺവെൻഷനിൽ കേട്ടു, അതിലൂടെ ഞാനും എൻ്റെ കുടുംബവും കർത്താവിൻ്റെ സ്നേഹത്തിലോട്ട് വന്നു. ഇന്ന് ഭയങ്കര സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര മദ്യപാനിയായിരുന്നു. ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയായിരുന്നു, ഞങ്ങൾ തകർച്ച നിൽക്കുകയായിരുന്നു. പക്ഷേ ആ ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തിച്ചു. എൻ്റെ ജീവിതത്തിലെ ഡിപ്പോസിറ്റ്, എൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം എന്ന് പറയുന്നത് അതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നിങ്ങളുടെയും മനോഭാവം അതാകട്ടെ എന്ന് ഞാൻ ഈ ഭാഗത്തുനിന്ന് പറയുന്നു. ഇനി ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. അത് 11 മുതലുള്ള വാക്യങ്ങളാണ്. 11 മുതലുള്ള വാക്യങ്ങൾ. ഇനി ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇനിയാണ് നമ്മുടെ മുടിയനായ പുത്രൻ എന്ന് പറയുന്ന, സത്യത്തിൽ അവൻ മുടിയനായ പുത്രനല്ല, അവൻ മടങ്ങി വന്ന പുത്രനാണ്. അങ്ങനെ വേണം പറയാൻ, മടങ്ങി വന്ന പുത്രൻ്റെ ചരിത്രം അതാ. ഹല്ലേലൂയ. മുടിയനായ പുത്രൻ ആരാന്ന് ഈ പ്രസംഗം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ മടങ്ങി വന്ന പുത്രനാണ്, മാനസാന്തരപ്പെട്ട പുത്രനാണ്. പക്ഷേ അവൻ അപ്പൻ്റെ കൂടെ നിന്നവനാ, അപ്പനെ അറിഞ്ഞവനാ. ഇവിടെ നമ്മൾ കാണുന്നത് ഈ 3 ഉപമയിലും നമ്മൾ കാണുന്നത്, അതൊന്ന് പറഞ്ഞേക്കാം, ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഈ 3 സംഭവത്തിലും നമ്മൾ കാണുന്നത് ദൈവത്തെ അറിയാതെ ജീവിച്ച ഒരു വിഭാഗത്തെക്കുറിച്ചല്ല കർത്താവ് ഈ പറഞ്ഞേക്കുന്നത്. ദൈവത്തെ അറിയാതെ നടന്ന ആൾക്കാരെ കുറിച്ചല്ല നമ്മൾ പറയുന്ന മാനസാന്തരം, ജാതികൾ മാനസാന്തരപ്പെടണം, അവൻ മാനസാന്തരപ്പെടണം, അവൻ നോ. ഇടയൻ്റെ കൂടെ നിന്നതിലൊന്നാ പോയേക്കുന്നത്. വിവാഹ നിശ്ചയം ചെയ്തവളുടെ തിറമയാ പോയേക്കുന്നത്. അപ്പൻ്റെ കൂടെ, അപ്പൻ്റെ വീട്ടിൽ അപ്പൻ്റെ ചോറ് തിന്ന് അപ്പനെ അറിഞ്ഞവനാണ് പോയേക്കുന്നത്. ഈ 3 ഉപമയിലും നഷ്ടപ്പെട്ട 3 കക്ഷികളും ഇടയൻ്റെ കൂടെ, മണവാളൻ്റെ കൂടെ, അപ്പൻ്റെ കൂടെ, ഇത് 3ഉം കർത്താവാണ്. നമ്മൾ ഇത് കേൾക്കുന്ന ഉടനെ പല ആൾക്കാർ ഈ സബ്ജക്റ്റ് കേൾക്കുന്ന ഉടനെ ചിന്തിക്കുന്നൊരു കാര്യം, ശരിയാ, ഇത് ലവം മാനസാന്തരപ്പെടണം, മറ്റേ ആ പുള്ളി ഇതുവരെ ദൈവത്തെ അല്ലല്ല, അവരെ അറിയണം, അവർ ഇതിലേക്ക് വരണം. പക്ഷെ ഇവിടെ ഈ നഷ്ടപ്പെട്ടു പോയ 3 സംഭവങ്ങളിലും നമ്മൾ കാണുന്നത് ഇടയനെ അറിഞ്ഞതും മണവാളനെ അറിഞ്ഞതും അപ്പനെ അറിഞ്ഞതുമായ ആൾക്കാരാണ് ഈ മടങ്ങിപ്പോയിരിക്കുന്നത്, തിരിഞ്ഞു പോയിരിക്കുന്നത്. അവരെയാണ് സ്വർഗീയ പിതാവ് തിരിച്ചു പിടിക്കുന്നത്. ആ സംഭവമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെ ഒരപ്പന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു എന്നുണ്ട്. അവിടെ ആ പദം ഒന്ന് ശ്രദ്ധിച്ചോണേ, ഉണ്ടായിരുന്നു. അപ്പന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഉപമയിൽ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ആദ്യത്തേതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഇടയന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ. ശ്രദ്ധിച്ചോണം, ആ പദങ്ങൾ ശ്രദ്ധിച്ചോണം. 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ. ചതുർദ്രഹ്മ നാണയത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന 8ാമത്തെ വാക്യത്തിലല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ. ആദ്യത്തെ 2 ഉപമയിലും ഉണ്ടെന്നിരിക്കട്ടെ. പക്ഷേ 11ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരപ്പന് 2 മക്കൾ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനല്ല പറഞ്ഞത്, ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കഥയല്ല, അതൊരു ഉപമയല്ല, അതൊരു സംഭവമാണ്, അതൊരു ചരിത്രമാണ്, അത് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ ഒരുത്തൻ എന്തു ചെയ്തു? ബൈബിൾ പറയുന്നു, അപ്പൊ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ഉപമയിൽ 100ൽ 1 കാണാതെ പോയി. 2ാമത്തെ ഉപമയിൽ 10ൽ 1 കാണാതെ പോയി. 3ാമത്തെ ചരിത്രത്തിൽ 2ൽ 1 കാണാതെ പോയി. കാട്ടിൽ കാണാതെ പോയ ആട്, വീട്ടിൽ കാണാതെ പോയ ദ്രഹ്മ, നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട മകൻ. ഈ 3 ഉപമയിലും ചരിത്രങ്ങളിലും യേശു ക്രിസ്തുവിന് പ്രതിപാദിക്കുവാനുള്ളത്, പറയാനുള്ളത് നഷ്ടപ്പെട്ടു പോയ ആ ഒന്നിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഭയങ്കരമായ ഒരു ചിന്ത ഇന്ന് പകലിൽ കർത്താവ് നിങ്ങൾക്ക് തരുന്ന പ്രിയപ്പെട്ടവരെ. ഒരു വ്യക്തി പോലും നഷ്ടപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ വരവ് വൈകുന്നത്? എന്തുകൊണ്ടാണ് വൈകുന്നത്?
ബൈബിളിൽ പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു, ചിലരും കൂടെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കില്ല. പിന്നെന്താ താമസിക്കുന്ന? ചിലരും കൂടെ മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് പോലും റിലേറ്റഡ് ആയിരിക്കുന്നത് റിപ്പൻറ്റൻസിലാണ്. കർത്താവിൻ്റെ വരവ് പോലും കണക്റ്റഡായി നിൽക്കുന്നത് മാനസാന്തരം എന്ന വിഷയത്തിലാണ്. അതാണ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ ഈ അപ്പ ഇന്ന് പകലും അന്വേഷിക്കുന്നു. കർത്താവ് ഇന്ന് നിങ്ങളെ അന്വേഷിക്കുന്നു. നിങ്ങളെ കൈവിടുകയല്ല, അവൻ നിങ്ങളെ കളയത്തില്ല. ഒരു നാളും അവൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഈ മകൻ പറയുകയാണ്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുൻപേ ആ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായിട്ട് അവന്, അതൊക്കെ ശ്രദ്ധിക്കണം, അവന് മുട്ടുവന്ന് തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നികൾ തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ ഔവണ്ണം നശിച്ചു പോകും. ആ വാക്യം മറന്നു പോകല്ലേ. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞു. അപ്പൻ അവൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിപ്പീൻ. ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടിവിപ്പീൻ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുവീൻ. നാം തിന്നാനന്ദിക്ക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച്, ഇതെന്ത് എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടി അറുത്തെന്ന് പറഞ്ഞു. അവൻ്റെ മനസ്സ് കോപിച്ചു. ഞാൻ ഈ ഭാഗം ഇന്ന് വൈകുന്നേരവും തുടരാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഴമേറിയ ചില റെവലേഷൻസ് ആ ഭാഗത്ത് യേശു കർത്താവ് പറയുന്നത്, ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം നിങ്ങളെ അറിയിപ്പാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ഒരപ്പന് 2 പുത്രന്മാർ. അതിൽ ഒരുത്തൻ, ഇളയവൻ, അപ്പനോട്, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക് എനിക്ക് തരണം. നമ്മൾ ലോകം, മനുഷ്യർ ഇവന് കൊടുത്തിരിക്കുന്ന പേര് മുടിയനായ പുത്രൻ എന്നാണ്. പക്ഷേ ആദ്യത്തെ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പാ, എൻ്റെ പോർഷൻ, എനിക്ക് കിട്ടേണ്ടത്, എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് തരണം. നമ്മൾ അപ്പൻ്റെ കിട്ടിയിട്ടും അമ്മയുടെ കിട്ടിയിട്ടും ചേട്ടന്മാരെ കിട്ടിയിട്ടും നാട്ടുകാരെ എല്ലാം പിടിച്ചെടുത്തിട്ടും അതിര് മാന്തിയിട്ടും ഇവിടുത്തെ സർവേക്കല്ല് പിഴുത് അപ്പുറത്ത് കൊണ്ട് വെച്ചവനാ പറയുന്നത് അവൻ മുടിയനായ പുത്രനാണ്. നമ്മൾ നല്ല ആൾ. ശ്രദ്ധിക്കണം, അവൻ ചോദിച്ചത് അപ്പൻ്റെ തരണേന്നല്ല,
നാട്ടുകാരുടെ എല്ലാം തരണേന്നല്ല, ചേട്ടൻ്റെയും കൂടി ഇനി കൊണ്ടുപോകാന്നല്ല. അവൻ പറഞ്ഞ, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടത് എൻ്റെ പോർഷൻ, എനിക്ക് അനീതിയുള്ള ഒരു സാധനം എനിക്ക് വേണ്ട, എനിക്കല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. പ്രൈസ് ഗോഡ്. എനിക്ക് വരേണ്ടുന്ന ഭാഗം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. ഇത് അവൻ്റെ ക്വാളിറ്റി. ഇനി അപ്പൻ്റെ ക്വാളിറ്റി കണ്ടോ, അവൻ അവർക്ക് മുതൽ പകുത്ത് കൊടുത്തു. ചോദിച്ച ഇളയ മോന് മാത്രമല്ല കൊടുത്തപ്പോൾ 2 പേർക്ക് കൂടെ കൊടുത്തു. ഹല്ലേലൂയ. ചോദിച്ചത് ഒരാളാ, കിട്ടിയത് 2 പേർക്ക്. ഇത് അപ്പൻ്റെ അടുത്ത ക്വാളിറ്റിയാണ്. ഈ പിതാവ് ആരാണ്? സ്വർഗസ്ഥനായ പിതാവ്. ഈ പിതാവ് ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പൻ എന്തു ചെയ്തു? 2 പേർക്കും കൂടെ ആ വസ്തു പങ്കിട്ട് കൊടുത്തു. ഹല്ലേലൂയ. ഇന്നെന്നെ കാണുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളായിരിക്കും പ്രാർത്ഥിക്കുന്നത്, പക്ഷേ എല്ലാ എണ്ണത്തെയും കൂടെ ആയിരിക്കും ദൈവം അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ദേശത്തിൽ നിങ്ങളൊരാളായിരിക്കും പ്രാർത്ഥിക്കുന്നത്, മറ്റേ പുള്ളിക്ക് നിങ്ങളെ കണ്ടുകൂടായിരിക്കും. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാരണം കൊണ്ട്, നിങ്ങൾ ആ വീട്ടിലുള്ളത് കൊണ്ട്, ജോസഫ് നിമിത്തം മിസ്രയീമിൻ്റെ വീടിനെ ദൈവം അനുഗ്രഹിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. ഫറവോൻ്റെ നാടിനെ പോലും ദൈവം അനുഗ്രഹിച്ചു. ആര് കാരണം? ജോസഫ് കാരണം. ജോസഫ് നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് എത്ര പേർ പറയും, ഞാൻ നിമിത്തം എൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടും, ഞാൻ നിമിത്തം എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും, ഞാൻ നിമിത്തം എൻ്റെ സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഞാൻ നിമിത്തം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നോക്കിയ ഇളയവൻ ചോദിച്ചു, അപ്പൻ്റെ ക്വാളിറ്റി കൊടുത്തപ്പോൾ 2 പേർ കൂടെ കൊടുത്തു, മുതൽ പങ്കിട്ട് കൊടുത്തു. 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഏറെ നാൾ കഴിയും മുമ്പേ ഇളയവൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ഹല്ലേലൂയ. ഉടനെ പോയില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതെല്ലാം സെറ്റായി കഴിഞ്ഞപ്പം അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. അപ്പനിൽ നിന്നും ദൂരത്തേക്ക് യാത്രയായി. ഇതാണ് ശ്രദ്ധിക്കേണ്ടതായൊരു കാര്യം. ദൈവത്തിൽ നിന്ന്, പിതാവിൽ നിന്ന്, കർത്താവിൽ നിന്ന് അവൻ തന്നെ അവൻ്റെ സ്വത്തിൽ, അവൻ്റെ പണത്തിൽ, അവൻ്റെ കഴിവിൽ, അവൻ എന്തോ ആയി എന്നുള്ള ചിന്തയിൽ അവൻ ദൂരത്തേക്ക് യാത്രയായി. അവിടെ അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു. ഇനി ഈ ഓൺലൈനിൽ എന്നെ കാണുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാ സഹോദര നിന്റെ ജീവിതത്തിൽ ദുർനടപ്പ് വന്നത്? അപ്പനിൽ നിന്നും അകന്നപ്പം. മറക്കല്ല, ഈ അപ്പൻ, പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്, ദൈവം, യേശു ക്രിസ്തുവാണ്. നീ നേരത്തെ ദുർനടപ്പുകാരനായിരുന്നോ? അല്ല. ഇപ്പോഴോ ദുർനടപ്പുകാരനാണ്. പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഞാൻ തിന്മയിലേക്ക്, പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? അപ്പനിൽ നിന്ന് അകന്നു, അപ്പനിൽ നിന്ന് ദൂരത്തേക്ക് പോയി. സ്തോത്രം. ചർച്ചിൽ നിന്ന് പോയതോ, സഹോദരൻ നിന്ന് പോയതോ, വ്യക്തിയിൽ നിന്ന് പോയതോ ഒന്നുമല്ല നിന്നെ ദുർനടപ്പുകാരനാക്കിയത്. നീ എന്തിനാ അത് മനുഷ്യന്റെ മണ്ടയ്ക്ക് കൊണ്ടുവെക്കുന്നത്? ഒരിക്കലുമല്ല. ഒരു മനുഷ്യൻ പാപത്തിലായിത്തീരുന്നത് ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ്. നമ്മളെപ്പോഴും എപ്പോഴും പറയുന്ന, പഠിപ്പിക്കുന്ന, ഒരുപാട് വാട്സാപ്പിലൊക്കെ നമ്മൾ കേട്ട ഒരു കാര്യമല്ലേ, വചനം, ബൈബിൾ, ദൈവം നിന്നെ പാപത്തിൽ നിന്നും അകറ്റും, പാപം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റും. കേട്ടിട്ടില്ലേ? ഇവൻ ദുർനടപ്പുകാരനായി തീർന്നതിൻ്റെ കാരണം അപ്പനിൽ നിന്നകന്നു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. അവൻ അതിനകത്തൊക്കെ ആയിരുന്നു അവൻ്റെ ആശ്രയം. പക്ഷെ അവൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നമ്മൾ പോലും അറിയാതെ ദൈവത്തിൽ നകലുന്ന, ദൈവത്തോട് ബന്ധമില്ലാത്ത, പ്രാർത്ഥനാ ജീവിതമില്ലാത്ത മനുഷ്യരെ, സഹോദരങ്ങളെ, ഈ COVID-19 കൊറോണ വൈറസിൻ്റെയൊക്കെ പ്രശ്നങ്ങളെല്ലാം ഈ അപ്പനിലേക്ക് മടങ്ങി വരാൻ ദൈവം തരുന്നൊരു ആഹ്വാനമായി കാണുന്ന എത്ര പേരുണ്ട്. ഇപ്പോഴും നിങ്ങൾ പരിഹാസികളായി, പുച്ഛിക്കുന്നവരായി, ദൈവത്തിൽ നിന്ന് അകലുന്നവരായിട്ട് തീരരുത്. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമാക്കുന്നു. നിങ്ങളങ്ങനെ നശിക്കുന്നത് കാണാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന കാണാൻ കർത്താവിന് ഇഷ്ടമല്ല. നിങ്ങൾ തള്ളി പറയുമ്പോഴും അവൻ നിങ്ങളെ തള്ളി പറയുന്നില്ല. നിങ്ങൾ മറക്കുമ്പോഴും അവൻ നിങ്ങളെ മറക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ലൈഫിനെ നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. അവൻ ദൂരദേശത്തേക്ക് യാത്രയായി ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു.
14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത്, ഇനി ശ്രദ്ധിക്കണം ആ ഭാഗമൊക്കെ, ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്ന് തുടങ്ങി. ഇവനൊരു സ്ഥലത്ത് പോയി, അപ്പൻ്റെ അടുക്ക് നിന്ന്, ആ സ്ഥലം ഏതാണെന്ന് എഴുതിയിട്ടില്ല, മറ്റൊരു സ്ഥലത്ത് പോയി. അവൻ ചെന്ന് നിന്ന സ്ഥലവും കൂടെ അങ്ങ് തകർന്നു. അതുവരെ ആ ദേശത്ത് ക്ഷാമമൊന്നും ഇല്ലായിരുന്നു. അവൻ അവിടെ ചെന്ന കാരണം കൊണ്ട് ആ ദേശത്ത് എന്തുണ്ടായി? കഠിനക്ഷാമം ഉണ്ടായി. ഓപ്പോസിറ്റ് ഭാഗം ഞാൻ പറയാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി ഒരു ദേശത്തുണ്ടെങ്കിൽ ആ വ്യക്തി നിമിത്തം ആ ദേശം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് അങ്ങനെയാ ദൈവം പറഞ്ഞു, ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ലെന്നാണ് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. ജോസഫ് എന്ന ഒരു വ്യക്തി നിമിത്തം മിസ്രൈമിനെ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നീതിമാൻ ഒരുത്തനെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുത്തനെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, അവൻ ചെന്ന ദേശത്ത് ക്ഷാമമുണ്ടായി, ആ ദേശവും കൂടെ പ്രശ്നത്തിലായി. അവന് മുട്ടുവന്ന് തുടങ്ങി. എല്ലാവർക്കും വന്നതായിട്ടില്ല. ഇത് അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് അതുകൊണ്ട് ഒരിക്കലും ദുഃഖിക്കരുത്. കർത്താവ് എല്ലാവരെയും ശിക്ഷിക്കുകയില്ല. നിങ്ങൾക്കറിയാമോ അതിനെക്കുറിച്ച്? കർത്താവ് എല്ലാവരെയും ഒന്നും വഴക്ക് പറയാൻ പോകുകയില്ല. നമ്മൾ വിചാരിക്കും നോ, കർത്താവ് അങ്ങനെയൊന്നും ചെയ്യില്ല. കർത്താവിൻ്റെ മക്കളെ, കർത്താവിൻ്റെ മകനെ, മകളെ, അവരെ അപ്പൻ മക്കൾക്ക് മാത്രമേ ശിക്ഷണം കൊടുക്കാറുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വഴക്ക് പറയാറുണ്ട്, അയലോക്കക്കാരുടെ പിള്ളേരെ ഞാൻ വഴക്ക് പറയാൻ പോകാറില്ല. പ്രൈസ് ഗോഡ്. എൻ്റെ മക്കളെ ഞാൻ ശാസിക്കാറും തിരുത്താറുമുണ്ട്. ഇതേ ആറ്റിറ്റ്യൂഡാണ് ദൈവത്തിനും. ദൈവം ഇസ്രായേൽ ജനത്തെ ആകെ കുഴപ്പത്തിലാക്കി, അല്ലെങ്കിൽ അവരെ പരീക്ഷിച്ചു, അവരുടെ മനസ്സറിയാൻ അവരെ ശാസിച്ചു, അവരെ തിരുത്തി. പക്ഷെ അവൻ്റെ വഴിയിൽ നിന്ന് വിട്ടുപോയ, ഇങ്ങനൊരു ദൈവം എനിക്കില്ല, ഞാൻ എൻ്റെ മകനും അല്ല മകളും ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാരെ അവർ പഴയ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് തകർന്നു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ കർത്താവ് കുറച്ചും കൂടെ കരുണയുള്ളവനായി, കൃപയുള്ളവനായി, ദയുള്ളവനായി, മനസ്സലിവുള്ളവനായി, സ്നേഹിക്കുന്ന മഹാദയാലുവായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ഗോഡ്. എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്ന് തുടങ്ങി. അപ്പോൾ എന്നാ ചെയ്തു? 15-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. ഇനി ഞാൻ അതിനകത്ത് ഓരോ ഭാഗങ്ങളും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് അവനിൽ ദുർനടപ്പുണ്ടായത്? പിതാവിൽ നിന്ന്, അപ്പനിൽ നിന്ന്, സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് ദൂരെ പോയപ്പം, അകന്നു പോയപ്പം. എന്തുകൊണ്ടാണ് അവൻ നിന്ന ദേശം പോലും തകർന്നു പോയത്? ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് അകന്നു പോയപ്പോൾ. എന്തുകൊണ്ടാണ് അവന് മുട്ടുവന്നത്, അവന് പട്ടിണി വന്നത്? ദൈവമായിട്ട് ബന്ധമില്ലാതെ അപ്പനിൽ നിന്ന് അകന്നു പോയതിനാൽ. എന്തുകൊണ്ടാണ് അവൻ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ, മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് അവന് മനുഷ്യനിൽ ആശ്രയിക്കേണ്ടി വന്നത്? ദൈവത്തിലുള്ള ആശ്രയം വിട്ടവനാണ് മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നത്. ദൈവത്തിൽ നിന്നും അകന്നവനാണ് മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ പ്രവാചകൻ പറയുന്നു, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിതമാണ് മാനസാന്തരമെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യനിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിതമാണ് ജഡീക ജീവിതം, ലോക ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യൻ എന്താ അവന് കൊടുത്തേ? അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. ഇത്രയൊക്കെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രേഷ്ഠമായതൊന്നും നിങ്ങൾക്ക് തരാൻ മനുഷ്യർക്ക് പറ്റുകയില്ല. ചിലരെയൊക്കെ കൂടെ പിടിച്ച് നടക്കുന്നവരെയല്ല ശ്രദ്ധയ്ക്ക്. മനുഷ്യനെ ഉയർത്താതെ കർത്താവിനെ ഉയർത്തുക. ഹല്ലേലൂയ. ആർക്കൊക്കെയോ വേണ്ടി ഒറ്റ വാക്കിന് വാക്ക് മാറുന്ന മനുഷ്യന് വേണ്ടി ജീവിക്കാതെ
കർത്താവിന് വേണ്ടി ജീവിക്കുക. മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവം അവന് കൊടുത്തു. പന്നികൾ ഏറ്റവും അത്രയൊക്കെ മനുഷ്യന് ചെയ്യാൻ പറ്റുള്ളൂ. പന്നികളെ മേയ്ക്കുന്ന സ്ഥലത്തോട്ട് അവനെ വിട്ടു. അവിടെ പറയുന്നു, അവൻ പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ ആഗ്രഹിച്ചു എങ്കിലും ആരും അവന് കൊടുത്തില്ല. എല്ലാം ഇവനെ റിലേറ്റ് ചെയ്തുള്ള സംഭവം. ആരും അവന് കൊടുത്തില്ല. ഈ വാളവര എന്ന് പറയുന്നത് കാലേബ് എന്നൊരു വൃക്ഷത്തിൻ്റെ കായാണ്, ഫലമാണ്. ഈ നാൽക്കാലികൾക്കും പന്നികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു തവിടെന്നൊക്കെയാ നമ്മൾ പഠിച്ചൊരു തവിടൊന്നും അല്ലത്, ഒരു വൃക്ഷത്തിൻ്റെ കായാണത്. അത് ഈ നാൽക്കാലികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒന്നാണ്. അത് തിന്നാൻ അവൻ ആഗ്രഹിച്ചിട്ട് പോലും ആരും അവന് കൊടുത്തില്ല. എന്ന് വെച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞ, മാനസാന്തരപ്പെടാത്തവന് പന്നിയുടെ വില പോലും ഇല്ലായിരുന്നു. ഏതാണ്ട് വലിയ പുള്ളിയാണെന്നും പറഞ്ഞിരിക്കുന്നവർ ശ്രദ്ധയ്ക്ക്, ദൈവത്തിൻ്റെ മുൻപാകെ മാനസാന്തരപ്പെടാത്തവന് പന്നിയുടെ വില പോലും ഇല്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ ആഗ്രഹിച്ചിട്ടും ആരും അവന് കൊടുത്തില്ല. 17-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ സുബോധം വന്നിട്ട്, ഇതാണ് മാനസാന്തരം. സുബോധം വരുന്നത്, ബോധം വീഴുന്നതാണ് മാനസാന്തരം. ബോധമില്ലാതെ ജീവിക്കുന്നതാണ് ജഡീകമായ ജീവിതം. സ്തോത്രം. കർത്താവിലേക്ക് വരുമ്പോൾ യഥാർത്ഥമായും പലരുടെയും ജീവിതത്തിൽ സുബോധം ഉണ്ടാകുകയാണ്, ബോധം ഉണ്ടാകുകയാണ്, സുബോധം വരികയാണ്. അപ്പനെ അമ്മയെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, ഭാര്യയോട് ഉടമ്പടി ചെയ്ത ഭാര്യയോട് വിശ്വസ്തനായി, ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കുവാൻ, സഭയോട് വിശ്വസ്തരായിരിക്കുവാൻ, ദേശത്തോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കുവാൻ, വ്യക്തികളെ സ്നേഹിക്കേണ്ട നിലകളിൽ സ്നേഹിക്കുവാൻ, കരുതേണ്ടവരെ കരുതുവാൻ, നാവിനെ സൂക്ഷിക്കുവാൻ, പറയേണ്ടത് പറയുവാൻ, പറയേണ്ടാത്തത് പറയാതിരിക്കുവാൻ, ഇങ്ങനെ ബോധമുള്ള, സുബോധമുള്ള ഒരു നല്ല ലൈഫാണ് യേശു ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഒരു ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതം. അപ്പോൾ അവന് സുബോധം വന്നു. ഇനി എൻ്റെ ചോദ്യം, എപ്പോൾ സുബോധം വന്നു? എപ്പോൾ? അപ്പോൾ സുബോധം വന്നെന്നല്ല എഴുതിയിരിക്കുന്നത്. എപ്പോൾ സുബോധം വന്നു? പന്നിയുടെ വില പോലും ഇല്ലാതായപ്പം, വാളവര പോലും കിട്ടാതായപ്പം, പട്ടിണിയായപ്പം, ക്ഷാമമായപ്പോൾ, വലിയ പ്രശ്നത്തിലായപ്പോൾ അവന് ബോധം വന്നു. കർത്താവ് ഇപ്പോഴും ആഗ്രഹിക്കുന്നു, ലോകമെമ്പാടും ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിലും ദൈവം ആഗ്രഹിക്കുന്നു ചിലതിനെയൊക്കെ ബോധം വീഴുമെന്ന്. എന്നിട്ടും ബോധം ഉണ്ടാകുന്നുണ്ടോയെന്ന് അറിയില്ല. അവന് സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. അവൻ്റെ വീടിനെ കുറിച്ച് അവൻ ചിന്തിച്ചു കേട്ടോ. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോഴേ, പ്രശ്നങ്ങൾ വരുമ്പം, തകർച്ച വരുമ്പം, വെല്ലുവിളികളൊക്കെ വരുമ്പം ആ കർത്താവിൻ്റെ സ്നേഹത്തെ ഒന്ന് ചിന്തിച്ചാൽ, അതൊന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നമുക്ക് ഓടി അങ്ങ് തിരിച്ച് ആ ഒരു ചിറകിൻ്റെ കീഴിലോട്ട്, ആ ഒരു സാന്നിധ്യത്തിലോട്ട് നമുക്ക് ചെന്നങ്ങ് കയറാൻ പറ്റും. അത് ചെയ്യണം. ദാറ്റ് ഈസ് എ സീക്രട്ട് പ്ലേസ്. ആ അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിന് കീഴിലോട്ടും കയറാൻ പറ്റും. ഓർക്കാത്തത് കൊണ്ടാണ്, ഇപ്പോഴും അത് ചിന്തിക്കാത്തതുകൊണ്ടാണ്. പക്ഷെ അവൻ ചിന്തിച്ചു കേട്ടോ, എൻ്റെ അപ്പൻ്റെ വീട് എന്നായിരുന്നെന്നും, ഞാൻ കർത്താവിൽ നിന്നപ്പം, അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ കൂടെ നിന്നപ്പം എത്ര സന്തോഷമായിരുന്നെന്നും, എത്ര സമാധാനമായിരുന്നെന്നും അവൻ ചിന്തിച്ചു. ഞാൻ നശിച്ചു പോകുന്നു. കർത്താവ് പറയുന്നു, അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ അവണ്ണം തന്നെ നശിച്ചു പോകും. നശിച്ചു പോകാതിരിക്കണോ? സുബോധമുള്ളവരാകണം. ആ സുബോധം എങ്ങനെ വരും? വചനത്തിലൂടെ. ആ സുബോധം എങ്ങനെ വരും? പരിശുദ്ധാത്മാവിലൂടെ. ആ സുബോധം എങ്ങനെ വരും? ക്രിസ്തുവിലൂടെ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും അവനിൽ പുതുതായിത്തീരുന്നു. ചേർന്ന് കർത്താവിനെന്ന് സ്തോത്രം ചെയ്യാമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവന് സുബോധം വന്നിട്ട് അവൻ എന്നാ ചെയ്തതെന്നറിയാമോ? 18-ാമത്തെ വാക്യത്തിൽ ദൈവജനം പറയുന്നു, ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ പുള്ളി എവിടെ ഇപ്പോൾ ഇരിക്കുന്നേ? പന്നിക്കൂട്ടിനകത്താ, വാളവര പോലും കിട്ടാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നത്, ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കും. ഈ പാപത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും, ഈ തിന്മയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും, ഈ മദ്യപാന സ്വഭാവത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും, ഈ അസന്മാർഗിക ജീവിതത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും,
ഈ പരിഹാസികളുടെ കൂട്ടത്തിൽ ഞാൻ എഴുന്നേൽക്കും, ഞാൻ മടങ്ങി വരും. ഞാൻ എഴുന്നേൽക്കും, ഞാൻ മടങ്ങി വന്ന് എൻ്റെ അപ്പൻ്റെ അടുക്ക ചെന്നിട്ട് പറയാം, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. 19 വാക്യത്തിൽ പറയുന്നു, ഇനി ഞാൻ നിന്റെ മകനെന്ന പേരിന് യോഗ്യനല്ല. അപ്പം മകനായിരുന്നു അല്ലേ? അതാ ഞാൻ പറഞ്ഞേ, ഈ 3 കേസിലും ജാതികളെ അല്ല കർത്താവ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അവർ ആ കർത്താവിലേക്ക് വരണം, പക്ഷേ അവരെയല്ല ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വന്നവനെ തന്നെയാണ്, ഒരിക്കൽ അറിഞ്ഞവനെ തന്നെയാണ്, ഒരിക്കൽ മനസ്സിലാക്കിയവനെ തന്നെയാണ്. അപ്പാ, നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു. അപ്പാ, സത്യം പറഞ്ഞാൽ അപ്പൻ്റെ വീടും ആ സന്തോഷവും അവിടെ കഴിച്ച ഭക്ഷണവും അപ്പൻ്റെ സ്നേഹവും ഒക്കെ ഓർത്തപ്പം അവന് മനസ്സിലായി, ഒരു കൂലിക്കാരൻ്റെ പുറത്ത് പണിയെടുക്കുന്ന ഒരു ജോലിക്കാരൻ്റെ വില പോലും എനിക്കില്ലല്ലോ എന്നവൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാല്യൂ എന്നാണെന്നറിയോ? നമ്മുടെ വില എന്നാണെന്നറിയോ? മനുഷ്യൻ തരുന്ന വിലയല്ല. നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമ്മുടെ വില പോയി, എന്നാ വില പോവാനാ? മനുഷ്യൻ തരുന്ന വാല്യൂ ഒന്നുമല്ല. മനുഷ്യൻ തരുന്ന വാല്യൂ ശ്രദ്ധിക്കുകയേ ചെയ്യരുത്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ വലിയ ഭരണങ്ങളിലിരിക്കുന്ന അല്ലെങ്കിൽ വലിയ വലിയ പ്രസിഡന്റുമാർ, പ്രൈം മിനിസ്റ്റർമാർ, ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ആൾക്കാരെ പോലും ലോകം ആക്ഷേപിക്കുന്നു. മനുഷ്യൻ തരുന്ന വാല്യൂലൊന്നും ഒരു കഥയില്ല. യഥാർത്ഥമായൊരു ദൈവപൈതൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, യഥാർത്ഥമായൊരു ഭക്തൻ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവസന്നിധിയിൽ ദൈവ മുൻപാകെ ഞാൻ വാല്യുബിൾ ആണോ? കർത്താവിന് എന്നോട് പ്രിയമുണ്ടോ? ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആളാണോ? ഞാൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട മനുഷ്യനാണോ? ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണോ? ഇന്ന് ഞാൻ ഇവിടെ വീണ് മരിച്ചാലും, ഇപ്പം കാഹളം ധ്വനിച്ചാലും, ഇന്ന് ഞാൻ മരണപ്പെട്ടാലും എൻ്റെ ആത്മാവ് എത്തേണ്ടടുത്ത് എത്തുവോ? ആ ബോധ്യത്തിൽ ജീവിക്കുന്നവനാകുഞ്ഞേ യഥാർത്ഥ ഭാഗ്യവാൻ, യഥാർത്ഥ ശക്തൻ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചവനാ. യേശുക്രിസ്തു അതാ പീറ്ററിനെ നോക്കി, പത്രോസിനെ നോക്കി പറഞ്ഞത്, ബറയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ. യു ആർ ബ്ലെസ്സഡ്. വൈ യു ആർ ബ്ലെസ്സഡ്? നീ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനായ? ജഡരക്തമല്ല ഞാൻ ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും നിനക്ക് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. ആ ബോധ്യമുള്ള എത്ര ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. അപ്പൻ തരുന്ന വിലയല്ല, അമ്മ തരുന്ന വിലയല്ല, സഹോദരങ്ങൾ തരുന്ന വിലയല്ല, നാട്ടുകാർ തരുന്ന വിലയല്ല, രാഷ്ട്രീയക്കാർ തരുന്ന വിലയല്ല, കുടുംബക്കാർ, ദേശക്കാർ തരുന്ന വിലയല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ, ദൈവം നമ്മളെ നോക്കി എന്നാ പറഞ്ഞേ? നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകുന്നു. ഞാൻ നിന്നെ ഒരു മെതിവണ്ടിയായിട്ട് ഉപയോഗിക്കും. എൻ്റെ ഉള്ളം കരങ്ങളിൽ ഞാൻ നിന്നെ വഹിച്ചിരിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകുന്നു. കർത്താവിന് നീ വിലയേറിയവനാ, കർത്താവിന് നിങ്ങൾ മാന്യരാ. ചേർന്ന് നല്ലൊരു ആമീൻ പറഞ്ഞേ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഒരു കൂലിക്കാരൻ്റെ വില പോലും ഇല്ലാത്തവനായി അവൻ മാറി, അപ്പനിൽ നിന്നും അകന്ന കാരണം കൊണ്ട്. അവൻ വന്ന് പറയുകയാണ്, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെങ്കിലും അവർക്ക് കൊടുക്കുന്നതെങ്കിലും എനിക്ക് തന്നാൽ മതി, എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു. 20 വാക്യത്തിൽ അങ്ങനെ അവൻ എഴുന്നേറ്റു. ഇതൊരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ പന്നിക്കൂട്ടിനകത്ത് ഇരുന്നുകൊണ്ടാണ് ഈ പുള്ളി തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അവന് സുബോധം വന്നത് പന്നിക്കൂട്ടിലിരുന്ന അവിടെ വെച്ചാണ് പുള്ളി ചിന്തിക്കുന്ന അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചും. സത്യം പറഞ്ഞാൽ ഇപ്പം പല ആൾക്കാരും, ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ സൂം മീറ്റിങ്ങിന് നമ്മുടെ പല ചർച്ചക്കാരും ജോയിൻ ചെയ്തപ്പോൾ പറയുമായിരുന്നു, ഒന്നിച്ച് കൈയടിച്ച് പാട്ട് പാടിയതിൻ്റെയും സ്വോത്രം പറഞ്ഞതിൻ്റെയും ആരാധിച്ച് നമ്മളൊക്കെ പ്രസംഗിക്കുമായിരുന്നു. ഒന്ന് സ്വോത്രം പറ, ഒന്ന് കൈയടിക്കുക, ഒരു ഹല്ലേലൂയയുടെ പറ, ഒരിക്കൽ കൂടെ എന്നൊക്കെ പറയുമായിരുന്നു. ആര് പറയാൻ? ഇപ്പോൾ ഒന്നിച്ച് കൈയടിച്ചിരുന്ന് പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ പലരും കൊതിക്കുന്നുണ്ടെന്നറിയാം. സ്തോത്രം. യഹോവയെ കണ്ടെത്താവുന്ന നാളിൽ അവനെ അന്വേഷിപ്പിരുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അന്ന് ആരും അന്വേഷിക്കുകയില്ല. എപ്പോഴും മനുഷ്യൻ്റെ സ്വഭാവം ഇതാ പ്രിയപ്പെട്ടവരെ, എപ്പോഴും മനുഷ്യൻ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു വ്യക്തി പറഞ്ഞ ഒരു കഥ, ഒരു അധ്യാപകൻ സ്കൂളിലെ കുട്ടികളെ തിരിച്ചു വിളിക്കാനായിട്ട് 2 നിലയുള്ള സ്കൂളാണ്. അതിൻ്റെ 2nd ഫ്ലോറിൽ നിന്നുകൊണ്ട് താഴെ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്ന പിള്ളേരെ തിരിച്ചു വിളിക്കാൻ പുള്ളിക്കാരൻ വിളിച്ചിട്ടുമാരെ കേൾക്കുന്നില്ല. എല്ലാവരും പന്ത് കളിച്ചുകൊണ്ടിരിക്കുക.
പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ഒരു കാൽബ്രൈസിൻ്റെ ഒരു ചോക്ലേറ്റ് പുള്ളി താഴോട്ട് എടുത്ത് എറിഞ്ഞു. അത് ഒരുത്തൻ്റെ മേത്ത് തട്ടി അത് താഴെ വീണു. അവൻ ആ ചോക്ലേറ്റ് എടുത്ത് തിന്ന് പിന്നെയും പന്ത് കളിക്കാൻ പോയി. ഒരെണ്ണവും കൂടെ ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിൽ, അതുകൂടെ പുള്ളി എടുത്ത് എറിഞ്ഞു. അത് വേറൊരുത്ത ഇങ്ങനത്തെ പന്ത് തട്ടിക്കൊണ്ട് പോയപ്പം അവന് കിട്ടി. അവൻ എടുത്തുകൊണ്ട് പോയി അവനും കഴിച്ചു. ഒരു മുട്ടായി കിട്ടിയടാന്നും പറഞ്ഞു. മുട്ടായി വീണപ്പെടുന്നു, ആരും മേലോട്ട് നോക്കിയില്ല. അവസാനം അധ്യാപകന് ദേഷ്യം വന്നു. പുള്ളി വിളിച്ചിട്ടൊന്നും അറിയത്തില്ല. അപ്പം പുള്ളിയുടെ കയ്യിൽ ഒരു ഡസ്റ്റർ, ഈ ബോർഡ് ചോക്കിൻ്റെ ഇത് തുടയ്ക്കുന്ന ഒരു ഡസ്റ്റർ കയ്യിലുണ്ടായിരുന്നു. അത് മാറ്റുന്ന സ്പോഞ്ച്, ആ ബോക്സ്. ആ പുള്ളി അതെടുത്ത് ഒരൊറ്റ കയറി താഴോട്ട് വെച്ച് കൊടുത്തു. അത് ഒരുത്തൻ്റെ മേളെ വന്ന് നല്ലോണം കൊണ്ടപ്പം നൊന്തപ്പോൾ അവനിങ്ങനെ തിരിഞ്ഞ് മേളിലോട്ട് നോക്കി. പലപ്പോഴും ഇങ്ങനെയാണ്. തമ്പുരാൻ ചോക്ലേറ്റ് തരുമ്പോഴും നന്മ തരുമ്പോഴും അനുഗ്രഹം തരുമ്പോഴും ഒന്നും മേലോട്ട് നോക്കുകയല്ല. അപ്പോൾ കൊറോണ വന്നപ്പോൾ എല്ലാ എണ്ണവും കൂടെ മേലോട്ട് നോക്കുക. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുക, ദൈവമേ സൂക്ഷിക്കണേ, രക്ഷിക്കണേ, സംരക്ഷിക്കണേ. നല്ല കാര്യമാണ്. ഇനിയെങ്കിലും ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക. ഇനിയെങ്കിലും പഠിക്കുക. നല്ല കാലത്ത്, നന്മയുടെ കാലത്ത്, യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് പ്രാർത്ഥിക്കാൻ ദൈവം അവസരം തരുമ്പം, ആരാധിക്കാൻ ദൈവം അവസരം തരുമ്പം, പാടാൻ ദൈവം അവസരം തരുമ്പോൾ, അവനെക്കുറിച്ച് പറയാൻ ദൈവം അവസരം തരുമ്പോൾ, യേശുക്രിസ്തു പറഞ്ഞു, പകലുള്ള കാലത്തോളം എന്നെ അയച്ച പിതാവിൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്യേണ്ടതാകുന്നു. കാരണം ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത ഒരു ഇരുട്ട്, ഒരു രാത്രി വരുന്നുണ്ട്. ഞാൻ വീണ്ടും ഈ ഓൺലൈനിൽ കർത്താവിൻ്റെ ഒരു സുവിശേഷകൻ, ഒരു അഭിഷിക്തൻ എന്ന നിലയിൽ, ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആർക്കും ഇപ്പം പ്രവർത്തിക്കാം. ഇതൊന്നും ഒരു വലിയ സംഭവമൊന്നുമല്ല, ഇതൊക്കെ മാറിപ്പോവും. എന്നാൽ ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത നാളുകൾ വരുന്നുണ്ട്. ഇത് പകലാണ്. ഇറ്റ്സ് എ ടൈം ഓഫ് ഗ്രേസ്, ഇറ്റ്സ് എ പീരീഡ് ഓഫ് ഗ്രേസ്. ഇത് കൃപയുടെ യുഗമാണ്. ഇറ്റ്സ് എ ഗ്രേസ് പീരീഡ്. എന്നാൽ ഇത് കഴിയും കേട്ടോ. ഇത് അതിവേഗം തീർന്നു പോകും. ഈ സമയത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, അവന് വേണ്ടി ഓടുവാൻ, അവൻ്റെ മുഖം അന്വേഷിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേൽക്കണം. പാപത്തിൽ നിന്ന് എഴുന്നേൽക്കണം, തിന്മയിൽ നിന്ന് എഴുന്നേൽക്കണം, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയണം. അവൻ എഴുന്നേറ്റു, അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്നു തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. സ്വർഗീയ പിതാവിൻ്റെ മനോഭാവം യേശു അവിടെ വ്യക്തമാക്കുന്നു. നമ്മെ ദൂരത്തു നിന്ന് തന്നെ അവൻ കാണുന്നു. അവൻ നമ്മെ ശ്രദ്ധിക്കുന്നു. അവൻ നമ്മെ കാത്തിരിക്കുന്നു. ഈ മകനെ ഈ പിതാവ് കാത്തിരുന്നത് കൊണ്ടല്ലേ അവൻ ദൂരത്തുനിന്ന് വന്നപ്പോൾ തന്നെ കണ്ടേ. നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമെന്ന്, 2 മണിക്ക് വരുമെന്ന്, 1 മണിക്ക് വരുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ വണ്ടി വരുന്നോ, ആരെങ്കിലും ഒരു ചെറിയ വണ്ടി ഒരു ഹോണടി കേട്ടാലും നോക്കുക അവരാണോ എന്ന് നോക്കാൻ. കാരണം നമ്മൾ ആ വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാണ്. ഈ പിതാവ് ഈ മകനെ കാത്തിരുന്നത് കൊണ്ടല്ലേ ദൂരത്തു നിന്ന് തന്നെ അവനെ കാണാനായിട്ട് ഇടയായത്. എന്നെ കേൾക്കുന്നവരെ, ഇപ്പോഴും സ്റ്റിൽ ഈ നിമിഷവും ഈ സ്വർഗസ്ഥനായ പിതാവ് ചിലരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ചിലരെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ തള്ളിക്കളയുമ്പോഴും തള്ളിക്കളയാതെ, നിങ്ങൾ മറക്കുമ്പോഴും മറക്കാതെ, നിങ്ങൾ മുടിച്ചു കളയുമ്പോഴും നിങ്ങളെ മുടിച്ചു കളയാതെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും നഷ്ടപ്പെടുത്തി കളയുമ്പോഴും നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുവാൻ, നിന്റെ പരാജയത്തെ ജയമാക്കുവാൻ, നിന്റെ തകർച്ചയെ ഉയർച്ചയാക്കുവാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, നിന്റെ നിത്യമരണത്തെ നിത്യജീവനാക്കി തീർക്കുവാൻ ഈ സ്വർഗസ്ഥനായ പിതാവ് ഇപ്പോഴും ആരെയൊക്കെയോ കാത്തിരിക്കുന്നുണ്ട്. ഈ പകൽക്കാലം മടങ്ങി വരാം. ഈ മെസ്സേജിൻ്റെ ബാക്കി ഭാഗം, വളരെ പ്രധാനപ്പെട്ട ആഴമേറിയ പുത്രത്വം എന്ന ഭാഗം ഇന്ന് വൈകിട്ട് ഞാൻ പ്രസംഗിക്കുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. പക്ഷേ ഇന്ന് പകലിൽ നിങ്ങളുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടച്ചേ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. 100-ൽ 1 കാണാതെ പോയി, 10-ൽ 1 കാണാതെ പോയി, 2-ൽ 1 കാണാതെ പോയി. മനുഷ്യപുത്രൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയത്ര ഈ ഭൂമിയിലേക്ക് വന്നത്. കർത്താവിൻ്റെ കരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ച് ആ മുഖത്തേക്ക് നോക്കി അധരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, താങ്ക് യു ജീസസ്. ഇമ്മാനുവേൽ തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം പാപക്കടം നീക്കുമതിൽ
ആ കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച്, എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു, പാപമെന്നിൽ നീക്കി മുറ്റും ജീവൻ നൽകും യേശു. പാപമെന്നിൽ നീക്കി മുറ്റും ജീവൻ നൽകും യേശു. ഇമ്മാനുവേൽ തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം. താങ്ക് യു ലോർഡ് ജീസസ്. ആ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച്, ആദരങ്ങളെ തുറന്ന്, വായുകളെ തുറന്ന് കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാം. ആദരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ,